നല്ലൊരു സമയത്താണ് അത് പറയാൻ കിട്ടിയ അവസരം. അതായത് അത് ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പൊ യശാ ബാങ്ക് കൊടുത്തു, എല്ലാവരും ശ്രദ്ധിച്ചോ. എത്ര ആളുകൾക്ക് അതിലൊക്കെ അബദ്ധം വരുന്നിച്ചിട്ട. ഇപ്പൊ നമ്മൾ യശാ ബാങ്ക് കൊടുത്തു, നമ്മൾ ഇവിടെ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ നമ്മളൊക്കെ യശാ നിസ്കരിക്കും. നിസ്കരിക്കാതെ നിസ്കാരം നിർബന്ധമായ ഒരാളും നിസ്കരിക്കാതെ ഉറങ്ങില്ല. നമ്മുടെ ഈ അവസ്ഥ കണ്ടാൽ ഒരു നിസ്കാരം ഖളാഅക്കുമെന്ന് ഒരാളും പറയില്ല. പക്ഷേ എന്ത് നിർബന്ധാണ്? അല്ല ശ്രദ്ധിച്ചോളി, ഈ ക്ലാസ് ഇപ്പൊ 10 മണിക്കാ നിർത്തിയാ നിങ്ങളൊന്ന് കരുതുക. ഇല്ല ബേജാറാണ്ട് 8:45 ആ 8:45 നിർത്തി ഏകദേശം ഒരു 9 മണിയാവുമ്പോഴേക്കും കേൾക്കണോ? ഇപ്പൊ 7:30 മണിക്കാണ് ബാങ്ക് കൊടുത്തത്, 9 മണിക്കാണ് നമ്മൾ യശാ നിസ്കരിക്കുന്നത്. അതുവരെ ഈ നിസ്കാരം പിന്തിപ്പിച്ചതിന്റെ പേരിൽ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരനാവും. എപ്പോൾ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുക എന്നൊരു പ്രവൃത്തിയിലേക്ക് നമ്മൾ മുതിരുന്നില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? നമ്മളിപ്പോ ഈ ക്ലാസ് കേൾക്കാൻ കുറ്റേക്കാം, നമ്മളിപ്പോ നിസ്കാരത്തിലേക്കല്ലല്ലോ. അതായത് നമ്മൾ യശാ ബാങ്ക് കൊടുത്തു, നമ്മൾ പള്ളിയിൽ പോവേണ്ടവര് പള്ളിക്ക് പോയി ഒന്നുണ്ടാക്കി അതിന്റെ മുമ്പുള്ള 2 അല്ലെങ്കിൽ 4 റക്അത്ത് റവാത്തി നിസ്കരിച്ച് ജമാഅത്തിന്റെ നേരായി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ നിസ്കാരത്തിന്റെ സമയമായപ്പോ നിസ്കരിക്കാനുള്ള ശ്രമം തുടങ്ങി. പിന്നെ ഓൾക്കൊന്നും നിർബന്ധമില്ല. നേരെ മറിച്ച് നിസ്കാരത്തിന്റെ സമയമായി അപ്പോൾ അവൻ നിസ്കരിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് എന്ത് നിർബന്ധമാണ്? മനസ്സിലൊന്ന് കരുതൽ നിർബന്ധമാണ്. എന്ത് കരുതുക? ഈ നിസ്കാരം ഖളാഅാകുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊള്ളാം എന്ന് കരുതൽ നിർബന്ധം. ആ കരുതാതെ ഒരാള് രാത്രി 12 മണിക്കാണ് യശാ നിസ്കരിച്ചു എന്ന് വെക്കുക. 12 മണി വരെ യശാഇനെ പിന്തിപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കുറ്റക്കാരനാണ്. എത്ര ആള് കരുതുന്നുണ്ട്? നിന്റെ ഈ പ്രിയപ്പെട്ട ഈ സദസ്സിലുള്ള മുഴുവൻ സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലുള്ള 99.4% സ്ത്രീകളും ളുഹ്ർ നിസ്കരിക്കുന്നത് 3:15. നിസ്കരിക്കല് ഒരു ഉദാഹരണം. വരെ പോയിട്ട് നിങ്ങൾ ചീത്ത അറിയില്ല, ഞാൻ ഗ്യാരണ്ടി ആണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ സാധാരണ പെണ്ണുങ്ങൾ ളുഹ്ർ നിസ്കാരത്തിന് സമയപ്പെടാം ഒരു 3 മണിയല്ലേ അല്ലേ? എന്റെ സഹോദരിമാരും 4 മുതൽ ഈ മസ്അല പള്ളിയിൽ നിന്ന് ളുഹ്റിന്റെ ബാങ്ക് കേൾക്കുമ്പോ ഈ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റിട്ടില്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഞാൻ മുഴുവൻ രസമല്ലത് പറയാൻ നിന്നാലേ നമ്മൾ ആഗ്രഹം നമുക്ക് രക്ഷപ്പെടണം. അപ്പൊ മിക്ക സ്ത്രീകളും നിസ്കരിക്കുന്നത് ളുഹ്ർ എത്ര മണിക്കാ? അവൻ ളുഹ്ർ ബാങ്ക് കൊടുക്കുമ്പോ ഒരു ഉദാഹരണം പറയാ, ളുഹ്ർ ബാങ്ക് കൊടുക്കുമ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ മീനൊക്കെ ഉണ്ടാക്കിയിട്ട് പൊരിക്കാല സമയം ആയിട്ടുണ്ടാവും. പൊരിക്കാല ഒരു സമയം ഇങ്ങനെ ആയിട്ടുണ്ടാവും. എണ്ണ ഇങ്ങനെ ചൂടാകുമ്പോഴേക്കാലം പള്ളിക്കുന്ന ളുഹ്ർ ബാങ്ക് കൊടുക്കുക. അപ്പൊ നമ്മൾ അള്ളാഹ് ബാങ്ക് കൊടുത്തോ എപ്പോഴേപ്പത് തന്നെ ഈ ഒരു വാക്ക്. പിന്നെ അവരങ്ങനെ തിരുമ്പല് കുലിക്കല് ഒരു 3 മണിയായാൽ ഒന്നുണ്ടാക്കി നിസ്കരിക്കുന്നു. അതുവരെ ഈ പെണ്ണിന് മാത്രമല്ല ഏത് മുസൽമാനും പ്രായപൂർത്തിയായ ഏതൊരു മുസൽമാനും നിസ്കാരത്തിന്റെ സമയമായാൽ അത് നിർബന്ധം. അതിനാണ് ഹാസായ പ്രത്യേകമായ ഒരു തീരുമാനം പ്രതിജ്ഞ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കി തരാം. ഇപ്പൊ നമ്മൾ ഏതായാലും ഒരു 9 മണിയാവും യശാ നിസ്കരിക്കാൻ അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് മനസ്സിൽ കരുതണം? യശാ നിസ്കാരം ഖളാഅാകുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊള്ളാം എന്നും മനസ്സിൽ നാവേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അതും ഖൽബിലാണ് നടക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കണം. ഞാൻ കരുതിയാ പോരാ, ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് മക്കളെ എളുപ്പം തീരും. ഇപ്പൊ നമ്മൾ യശാ നിസ്കാരത്തിന്റെ സമയമായി, നമ്മൾ അങ്ങനെ ക്ലാസ്സും കേട്ടെങ്ങാതിരുന്ന് അല്ല ശ്രദ്ധിക്കണം. നിങ്ങൾ ഓരോന്നും പ്രത്യേകമായി മനസ്സിലാക്കി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്താൽ ഒരു ഇൽമിന്റെ പ്രചാരകരായി എന്ന നിലയ്ക്ക് നിങ്ങളെ ഖബർ വല്ലാത്ത പ്രകാശമുള്ളൊരവസ്ഥ വരും.
എന്ത് സുഖ പെണ്ണുങ്ങൾക്ക് മസാല വിശദീകരിക്കാൻ, നല്ല സുഖ. പെണ്ണുങ്ങൾ ഒരു കാര്യം പരസ്യം ചെയ്യാൻ തീരുമാനിച്ചതല്ലോ 10,000 കോപ്പിന്റെ സ്ഥാനത്ത് നിൽക്കുക. 10,000 കോപ്പിന് ഈ രഹസ്യം സൂക്ഷിക്കാൻ പെണ്ണുങ്ങളെ കൊണ്ടാവൂല. അത് മുമ്പ് ഒരു പുതിയാപ്പല ഒരു തീരുമാനം എടുത്തു ചങ്ങായി. എല്ലാരും പറയും പെണ്ണുങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ വയ്യ, രഹസ്യം സൂക്ഷിക്കാൻ വയ്യ, അതൊന്ന് പരിശോധിക്കണം. അപ്പൊ മൂപ്പൻ എന്താക്കി, ഒരു ദിവസം നല്ലൊരു കോഴിമുടിയൊക്കെ വാങ്ങിച്ച് ബാക്കിൽ അവരെ ഒരു പറ്റാവുന്ന ഒരു സ്ഥലത്ത് വെച്ച്, എന്നിട്ട് മൂപ്പൻ രാവിലെ അങ്ങനെ ഒരു ക്ഷീണം കാണും. കെട്ടിയോല് വെച്ച് എന്താ നിൽക്കുന്ന എണ്ണത്തെ മാതിരിയല്ലല്ലോ, ഒരു പ്രത്യേക ക്ഷീണം. അപ്പൊ മൂപ്പൻ നിൽക്കിങ്ങനെ ഒരു സോക്കറുണ്ട്, ഇടക്കിടക്ക് ഞാനൊരു മുതുക തിന്നാം, ഞാൻ ഇടക്കിടക്ക് ഒരു മുതുക തിന്നാണ്. അറിയാത്ത പെണ്ണുങ്ങൾക്ക് വേജാരില്ലായിരിക്കും. ഇത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മുതുക വെച്ചങ്ങാണ്ട് അത് കൊടുക്കും. അപ്പൊ സംഗതി ശരിയാണ്. ഈ സ്ത്രീ ഭാര്യ, ഈ മനുഷ്യന്റെ ഭാര്യ കുറച്ച് കഴിഞ്ഞ് വെള്ളം കോരാൻ വേണ്ടി കിണറ്റിന്റെ വക്കത്തേക്ക് ചെന്നപ്പോ വെച്ച്, അല്ല അന്റെ വാപ്പ മുതുകതാകും തോന്നിച്ച്. അവനവന്റെ പുതിയാപ്പലാർക്കുള്ള ഒരു വീക്കൻസ് പോലും സൂക്ഷിക്കാനുള്ള ഒരു കഴിവ് ആർക്കില്ല, പെണ്ണുങ്ങൾക്കില്ല. കാരണം 4 പെണ്ണുങ്ങളോട് ചോദിച്ചാൽ ഒരു ബേജാറ്. വെള്ളം കോരാൻ ചെന്നപ്പോ കിണറ്റിന്റെ അക്കത്തുള്ള പെണ്ണുങ്ങളോട് മൂപ്പത്തിയത് ചോദിക്കണ്ട, നിങ്ങളെ പുതിയാപ്പലാർക്കും ഇങ്ങനെ ഇടക്ക് മുതുകതാകുന്നു. അതെന്താ, എന്റെ പുതിയാപ്പലക്ക് അങ്ങനെ തോന്നുന്നതിനാണ്. സംഗതിയുടെ മൂപ്പരറിഞ്ഞ് അപ്പോഴാണ് മൂപ്പര് തീരുമാനിച്ചത് സംഗതി സത്യ, രഹസ്യം സൂക്ഷിക്കാൻ ആരെ കൊണ്ടാവൂല, പെണ്ണുങ്ങളെ കൊണ്ടാവൂല. അപ്പൊ അതേമാതിരി നിങ്ങളെ കയ്യിലൊരു മസല കിട്ടിയ, ഇപ്പൊ ഞാൻ പറയാം, കല്യാണത്തിന്റെ തലേ ദിവസം ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടാവും കല്യാണ വീട്ടിൽ. കുമ്പളക നോക്കാനും പല പരിപാടിക്കുമായിട്ട് പല ആവശ്യങ്ങൾക്കും. അപ്പൊ നമ്മൾ പല കണ്ണിക്കണ്ട വർത്തമാനങ്ങൾ പറയുന്നതിന് മുമ്പ്, ഇപ്പോൾ മൈലിസ്കാരം കഴിഞ്ഞൊരു കല്യാണ വീട്ടിൽ കുറെ സ്ത്രീകളെ ഒരുമിച്ച് കൂടി പല പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ചെയ്യുമ്പോ പള്ളിക്കന്നെ എട്ടാ ബാങ്ക്. അപ്പോ ഈ ക്ലാസ്സിലുള്ള സഹോദരിമാരോട് പറയട്ടെ, ഇത്തരം മസാലകൾ കേൾക്കാത്ത പല സഹോദരിമാരും ആ സദസ്സിലുണ്ടാവും. അല്ല, ഞാനിപ്പോഴും നിർബന്ധമായ കാര്യം ചെയ്തു, നിങ്ങളാരെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കാം. അതെന്തേന്ന് ചോദിക്കാം. നമ്മളിപ്പോ നിസ്കരിക്കുന്നില്ല, നമ്മൾ നിസ്കരിക്കാൻ ഒരു 10 മണിയൊക്കെ ആകും. ഇനി ചോരക്കം വെയിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടായിരിക്കും നമ്മൾ നിസ്കരിക്കുക. പക്ഷേ അങ്ങനെ നമ്മൾ നിസ്കാരത്തെ പിന്തിപ്പിക്കുമ്പോ ഈ നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിച്ചു വല്ല എന്ന് മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കൽ നിർബന്ധാണ്. അങ്ങനെ ഉറച്ച തീരുമാനം എടുക്കാതെ നിസ്കാരം പിന്തിപ്പിച്ചാൽ അള്ളാന്റെ അടുക്കൽ അവൻ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ അവൾ കുറ്റക്കാരത്തിയാണ്. ഒരു മസാല എത്ര പെണ്ണുങ്ങൾ പഠിക്കും? നിങ്ങളൊരു മസാല ചില പെണ്ണുങ്ങൾക്ക് അത് പറഞ്ഞു തോക്കാനി അവരത് ഉൾക്കൊണ്ട് ജീവിക്കും. എന്റെ ഒരുപാട് ക്ലാസ്സിലെ അനുഭവം വെച്ചിട്ടാ പറയുന്നത്. സഹോദരിമാർക്കും മസാല അറിയാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് സാധാരണക്കാർ പലവരും ശ്രദ്ധിക്കാത്ത കാര്യമായതുകൊണ്ട് ഈ ഒരു മസാല മനസ്സിലാക്കാൻ ഒരു 2 മിനിറ്റ് കൂടി ഞാൻ ഈ മസാലക്ക് തന്നെ സമയം ചെലവഴിക്കുകയാണ്. കേട്ടോ, ഇപ്പൊ നമ്മള് യശാ ബാങ്ക് കൊടുത്തു, നമ്മൾ എന്താക്കിയില്ല, നിസ്കരിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ നിസ്കരിച്ചു കൊള്ളാം എന്ന് കൽബിൽ തീരുമാനിക്കും ചെയ്തില്ല. രാത്രി 12 മണിയായപ്പോ ഞങ്ങൾക്ക് മരിച്ചു. 12 മണിയായപ്പോ ഈ വ്യക്തി മരിച്ചു. യശാ നിസ്കരിക്കുന്നതിന്റെ മുമ്പേ 12 മണി വരെ ഓൻ നിസ്കരിച്ചിട്ടില്ല. ഓൻ എന്തോ കല്യാണ വീട്ടിൽ ചുറ്റുപാടിനിങ്ങനെ അല്ലെങ്കിൽ സമ്മേളനത്തിന് പോയത്, അങ്ങനെ അത് കൂട്ടിക്കോലി. അവിടെ ഞാൻ ഒന്നുകൂടി തവമാര് കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. കല്ലൂബി പോലത്തെ ഫിഖിന്റെ കിതാബ് പറഞ്ഞത് ഒന്നുകൂടി ഗൗരവത്തിൽ പറഞ്ഞത്, അവരുടെ അവസ്ഥ കണ്ടാൽ ആ നിസ്കാരം ഖളാ ആക്കൂലാന്ന് ഉറപ്പാ. ഇപ്പൊ വലിയൊരു ദിക്റിന്റെ മജ്‌ലിസ, മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം തുടങ്ങിയ ദിക്റിന്റെ മജ്‌ലിസ. ഒരുപാട് ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഒക്കെ ആ സദസ്സിലുണ്ട്. ദിക്റിന്റെ മജ്‌ലിസ് ദുആ ചെയ്ത് പിരിയുമ്പോഴേക്കൊരു 11 മണിയാവും. ഉറപ്പല്ലേ ആ സദസ്സിന്റെ അവസ്ഥ? അവരെങ്ങാനും നിസ്കരിക്കാതെ പോയിട്ട് കടന്നുറങ്ങുമോ? ഇല്ല. അവരുടെ അവസ്ഥ അവർ നിസ്കരിച്ചിട്ടേ ഉറങ്ങൂ, അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് അവർ വേറൊരു കാര്യം ചെയ്യൂല. അങ്ങനത്തെ ഒരു അവസ്ഥ അവരിൽ നിന്ന് വ്യക്തമായാലും ശരി, സമയത്ത് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ ഈ തീരുമാനം എടുക്കണം. അപ്പൊ രാത്രി 12 മണി വരെ ഒരാളെ യശാ നിസ്കരിച്ചില്ല. ഓനിങ്ങനെ കൽബിൽ തീരുമാനവും ഉണ്ടായില്ല.
ഓൻ 12 മണിക്കന്ന് മരിച്ചാൽ ഈ നിസ്കാരം കളാക്കിയതിന്റെ പേരിൽ അള്ളാന്റെ അടുക്കലോ കുറ്റക്കാരനാണ്. സാധാരണ നമ്മൾ പറയും ഓനിക്ക് സുബൈ വാങ്ങുപോലെ യശാന്റെ സമയമില്ലേ, അതുകൊണ്ട് നിസ്കാരം കളാക്കിയ ശിക്ഷ കിട്ടൂല. പക്ഷെ എന്തേ കാരണം? 12 മണിവരെ നിസ്കാരം പിന്തിച്ചപ്പോൾ ഈ നിയ്യത്ത്, ഈ കെരുത്ത് ഇല്ലാതെയാണ് പിന്തിപ്പിച്ചത്. ഇനിയോ ഒന്നുകൂടി നിങ്ങൾക്ക് അത് വ്യക്തമാവും. ഇപ്പൊ യശാ ബാങ്ക് കൊടുത്തു, നമ്മളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു ഇപ്പൊ നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് നിസ്കരിക്കാൻ സമയം കിട്ടൂല, എങ്കിൽ സാധിക്കൂല. ഞാൻ ഈ യശാ നിസ്കാരം കളാ ആകുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊള്ളാം എന്ന് കൽബിൽ ഉറച്ച് നമ്മൾ തീരുമാനിച്ചു. പക്ഷേ ഒരു രാത്രി 12 മണി അല്ലെങ്കിൽ 11 മണി വരെ നമ്മൾ നിസ്കരിച്ചിട്ടില്ല. ആ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഓനത് മരിച്ചു. അള്ളാന്റെ അടുക്കൽ എന്തല്ല കുറ്റക്കാരൻ അല്ല. എന്റെ കാരണം നിസ്കാരത്തിന്റെ സമയമായപ്പോൾ കളാ ആകുന്നതിന് മുമ്പ് നിസ്കരിച്ചു കൊള്ളാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി ചുരുക്കി കുറുക്കി പറഞ്ഞാൽ ഈ മസല എങ്ങനെയായി? നിസ്കാരത്തിന്റെ സമയമായാൽ ഒരു കാര്യം നിർബന്ധം. ഒന്നിരിക്ക നിസ്കരിക്കാൻ നോക്കുക. അല്ല, ഓനിക്ക് അപ്പ നിസ്കരിക്കാൻ സമയം കിട്ടൂല, അതിനുള്ള ഒരു സാഹചര്യമല്ല. എന്നാൽ രണ്ടാമതൊരു കാര്യം നിർബന്ധം. എന്താ നിർബന്ധം? ഞാൻ ഈ നിസ്കാരം കളാ ആകുന്നതിന് മുമ്പ് നിസ്കരിച്ചു കൊള്ളാമെന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കൽ നിർബന്ധാണ്. ഇങ്ങനെ തീരുമാനിക്കെന്താണ് അഭിപ്രായം ആകെ ഒരു പണ്ഡിതനല്ലത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബൂബക്കറിൽ ബാക്കില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമാണ് ഒരു അഭിപ്രായം. ഇങ്ങനെ ഒരു പ്രത്യേക തീരുമാനം നിസ്കാരത്തിന്റെ സമയമായാൽ ഉത്തോന്നില്ല. ബാക്കി എല്ലാ കിതാബിലും ശാഫി മദ്ഹബിന്റെ എല്ലാ കിതാബിലും ഈ മസല പറയുന്നത് കാണാം. നിസ്കാരത്തിന്റെ സമയമായാൽ, ഇത് നിസ്കാരത്തിന് മാത്രമുള്ളൊരു മസലല്ല, തഹജ്ജുദിനും ബാധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മസല പെട്ടെന്ന് തിരിയാൻ ഞാൻ ഇതൊന്ന് ചുരുക്കി പറയാണ്. ഒരു നിസ്കാരവും ബന്ധിച്ച് മാത്രം പറയുകയാണ്. നമ്മൾ നോമ്പിന്റെ ഒക്കെ വിഷയം വരുമ്പോ അവിടെ വെച്ച് ഒന്നുകൂടി നമുക്ക് വിശാലമായി പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിസ്കാരത്തിന്റെ സമയമായിട്ട് അപ്പങ്ങൾ നിസ്കരിക്കുന്നില്ലേ? ഇത് ഒരുപാട് സ്ഥലത്തേക്ക് ആവശ്യം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയതാ, ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാ, 11 മണിക്ക് നമ്മൾ OPയിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ തോക്കേണ്ട സമയം 1 മണിക്കാ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ OPയിൽ ഇരിക്കുക ഡോക്ടറെ കാണാൻ. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട് അല്ലെങ്കിൽ വാച്ചിലേക്ക് നോക്കിയപ്പോൾ ലുഹറിന്റെ സമയമായി നമുക്ക് അറിഞ്ഞു. ഇനി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വീട്ടിലെത്തുമ്പോഴേക്കൊരു 3 മണിയാവും. ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിസ്കരിക്കാനൊന്നും സൗകര്യമില്ല. അല്ലെങ്കിൽ നമ്മളൊരു അങ്ങാടിക്ക് പോയതാ, ഒരു കല്യാണ വീട്ടിൽ പോയതാ, അല്ലെങ്കിൽ ഒരു തുണിച്ചാപ്പ് പോയതാ. പക്ഷേ നിസ്കാരത്തിന്റെ സമയമായി, അപ്പോൾ അവരെ നിസ്കരിക്കാൻ സൗകര്യമില്ല. അപ്പ മനസ്സിലാക്കി കരുതിക്കൊള്ളു, ഞാൻ ഈ നിസ്കാരം കളാ ആവുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊള്ളാം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ ഞാൻ പറഞ്ഞു, നാളെ മുതൽ നിങ്ങൾ ളുഹർ 3 മണി 3:15 നിസ്കരിക്കുന്നു വെക്കുക. ളുഹർ നിസ്കാരത്തിന്റെ സമയമായാൽ അജ്ജോ ബാങ്കോത്തോ എപ്പോഴെപ്പോ നേരം വെളുത്തിനല്ല പറയേണ്ടത്. അപ്പ മനസ്സിൽ കരുതങ്ങൾ അപ്പ നിസ്കരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ ളുഹർ കളാ ആകുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊള്ളാം. അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ ചെന്നു, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കല്യാണ വീട്ടിലേക്ക് പോയത്. അങ്ങനെ കല്യാണ വീട്ടിൽ നിന്ന് ചോദയ്ക്കും കഴിഞ്ഞ ഒരു 11 മണി 12 മണിയാവും വീട്ടിലേക്ക് എത്താൻ. കല്യാണ വീട്ടിന് മുമ്പേ പിന്നെ വായിന്റെ അടക്കാനിക്കാണ് കെട്ടിയെത്തരാൻ 2 ദിവസം കഴിഞ്ഞിട്ട് നിസ്കരിക്കാനും പറഞ്ഞിട്ട്. അതിനെപ്പോഴത്തെ കല്യാണപ്പേരക്ക് ഇപ്പൊ അങ്ങനെ കല്യാണത്തിന്റെ 5 ദിവസം മുന്നേ നിസ്കാരപ്പായ്ക്ക് മറക്കിയിട്ട് വാക്കിന്റെ പേരക്കാണ്ട് പോകും. ഇനിയിപ്പോ നമുക്ക് നിസ്കാരക്കും കഴിഞ്ഞ് കല്യാണക്കും കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അതൊക്കെ എത്ര വീട്ടുകാരും തിരിച്ചിട്ടാ കല്യാണം ഒരു 1, 2, 3 ദിവസം പിന്നെ അതിമാതി കെട്ടിത്തിരിയാണ്. പിന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ വളരെ കുറവാ. പല സ്ഥലത്തും കല്യാണ നിശ്ചയം നടക്കുന്നുണ്ട്. ഈ കല്യാണ നിശ്ചയത്തിൽ ആകെ തീരുമാനം എന്താ? മഹർ പറയില്ല. അതുപോലെ തമ്മിൽ പറഞ്ഞിരിക്കുന്നത് അതൊരു നിസ്കാരത്തിന്റെ വിഷയമാണ്. പിന്നെ എന്താ കൊല്ലക്കൊടുക്ക്, അതൊന്നും പറയണ്ട. അതൊക്കെ പിന്നെ ഇപ്പൊ എന്തിനെ കൂടിയത് ചങ്ങായിമാരെ പോലെ
ഇവിടെ എന്തിനാ വലിയൊരു പന്തലൊക്കെ ഇട്ട് പെണ്ണിന്റെ കൂട്ടക്കാർ ഒരു 10-50 ആൾക്കാർ, ചെക്കന്റെ കൂട്ടക്കാർ ഒരു 10-100 ആൾക്കാർ, ഒരു കല്യാണത്തിന് പറ്റിയ ദിവസം തെരഞ്ഞെടുക്കുക. അതാണ് ഇപ്പൊ ആകെ ഒരു നഹസില്ലാത്ത ദിവസം. അങ്ങനെ മൊയിലേര് കുറെ കലണ്ടർ നോക്കി, അവിടെ നോക്കി ഇവിടെ നോക്കി, അവസാനം ഒരു ദിവസം കിട്ടി, നഹസില്ലാത്ത ദിവസം കല്യാണമൊക്കെ തീരുമാനിച്ചു. ഈ പുതിയ എന്താണ് വലിയ അഥവാ ഈ പെണ്ണിന്റെ ഉപ്പ കല്യാണത്തിന്റെ തലേ ദിവസമൊക്കെ ഉറക്കൊഴിച്ച് ഒരു രാത്രി 4 മണിക്കൊക്കെ ആയിരിക്കും ഒന്ന് കറന്നുറങ്ങുക. അതുവരെ പോയി കൊണ്ടുവരലും അതാക്കലും ഇതാക്കലും പല പരിപാടിയാണ്. 4 മണിക്കാണ്ട് ഉറങ്ങിയിട്ട് പോകുന്നൊരു 7 മണി വരെ കൂർക്കം വലിച്ചാണ്ട് ഉറങ്ങും. കെട്ടിയ പെണ്ണുങ്ങളും ഇപ്പത് കറന്നിട്ടല്ലോ, ഒന്നാണ്ട് വിശ്രമിച്ചോട്ടെ, ഇനിയിപ്പോ നേരം വെച്ചാൽ യാതൊരു ഒഴിവില്ലല്ലോ. ഈ ഹംക്ക് എന്താ കാട്ടിനങ്ങള് 2 മാസം മുന്നേ ഒരു 25,000 രൂപ ചെലവാക്കിയിട്ട് ഒരു കല്യാണ നിശ്ചയം നടത്തിയിട്ടുണ്ട്. ആ കല്യാണ നിശ്ചയത്തിൽ ആകെ തീരുമാനിച്ചത് നഹസില്ലാത്ത ഒരു ദിവസം. ഈ ഹംക്ക് കല്യാണത്തിന്റെ തലേ ദിവസം 4 മണിക്കാൻ തുടങ്ങിയിട്ട് സുബൈ അത് കളാക്കി. ഇനി അന്നത്തെ ദിവസം ഓന്റെ മകളെ നിക്കാഹ് തീർക്കാൻ പറ്റൂല. സുബൈ കള ആയ മൈക്ക കെട്ടുക, മക്കളെ എന്റെ കല്യാണത്തിന്റെ ഡേറ്റ് തൽക്കാലം നിർത്തിയിരിക്കുന്നു, കാരണം എന്റെ സുബൈ ഇന്ന് കള ആയിരിക്കുന്നു, എനിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ദിവസമാണ്. നോക്കിങ്ങള് നമ്മക്കല്ല അന്തല്ലാന്ന് പറഞ്ഞത്. ആകെ ഒരു നിശ്ചയത്തിന് ചെലവാക്കിയ സംഖ്യയിൽ വലിയൊരു സംഖ്യ ചെലവാക്കിയ ഒരു നിശ്ചയം നടത്തിയത് ഒരു നഹസില്ലാത്ത ദിവസം ചോദിക്കാനാ. അത് കല്യാണത്തിന്റെ തലേ ദിവസം ഉറക്കൊഴിച്ച് സുബൈ അത് കള ആക്കിയിട്ട് സുബൈ കള ആയാൽ പിന്നെ ആ ദിവസം ഒന്നിനും പറ്റും. സുബൈ കള ആയാൽ ആ ദിവസം ഒന്നിനും പറ്റൂല. നിങ്ങളത് വെള്ളിയാഴ്ച 27 കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ തീരെ ശ്രദ്ധിക്കണില്ല. അതിരിക്കട്ടെ. അപ്പൊ നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ നിസ്കാരത്തിന്റെ കൈമാകും, നമ്മൾ ഈ മസ്അലയിലേക്ക് ശ്രദ്ധിക്കണില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, നിങ്ങളൊരു നിസ്കാരത്തിന്റെ സമയമായി, ആ സമയത്ത് നിങ്ങൾ അതിന്റെ അവ്വലൊക്കെ നിസ്കരിക്കാൻ നമ്മൾ അപ്പൊ തയ്യാറല്ല, നമ്മൾ നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സൗകര്യമില്ല, നിർബന്ധം. ഒന്നുകൂടി ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾ മറക്കാതിരിക്കാൻ ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിസ്കാരത്തിന്റെ സമയമായാൽ രണ്ടാൽ ഒരു കാര്യം നിർബന്ധമാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ച് രണ്ടാൽ ഒരു കാര്യം നിർബന്ധം. ഒന്നെന്താ? സമയായ നിസ്കരിക്കാം. ഇല്ല, സമയമായിട്ട് നിസ്കരിക്കണില്ലേ, കൽബിൽ ഉറച്ച തീരുമാനം, ഈ നിസ്കാരം ഖളാ ആവുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിച്ചുവല്ല. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? നല്ല ശ്രദ്ധിച്ചോളി. ഒരാൾ ഇപ്പൊ യശ ബാങ്കോച്ചേക്ക് നിസ്കരിക്കണില്ല. എന്തേ പാമ്പ് വന്നോ? ശ്രദ്ധിക്കാം. ഈ ഇബ്ലീസിന് അത്ര ഇഷ്ടമുണ്ടാവില്ല ഈ മസ്തലൊന്നും. ഇതുവരെ എല്ലാ പെണ്ണുങ്ങളും ഈ മസ്തലൊന്നും അറിയാത്തതിന്റെ പേരിൽ കുറ്റക്കാരേക്കാലം. അപ്പൊ ഇബ്ലീസ് പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഇപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കണ്ടെന്നും പറയും. അങ്ങനെ ശ്രദ്ധിക്കണം. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഒന്നും ഉണ്ടാവില്ല. നല്ല കട്ട വിരിച്ച മിച്ചല്ലേ. അള്ളാഹു തആല ബറക്കത്ത് നൽകും. എന്താണ്? അത് ഇബ്ലീസാ. സംഗതി ഇബ്ലീസിന് തീരെ ഇഷ്ടമില്ലാത്തൊരു മസ്തൽ. കാരണം ഇന്ന് വരെ ളുഹ്റ് പെണ്ണുങ്ങൾ പിന്തിപ്പിച്ചതിന്റെ പേരിൽ കുറ്റക്കാരത്തികളായിരുന്നു. നാളെ മുതൽ പെണ്ണുങ്ങൾ ഈ മസ്അല പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോൾ ഉൾഞ്ഞമ്പലാക്കലുള്ള ഇബ്ലീസ് പൊട്ടിക്കരയും. സുബ്ഹാനല്ലാഹ്. എത്ര പെണ്ണുങ്ങള് ഈ ക്ലാസ് നടക്കുന്നത് വരെ കുറ്റക്കാരത്തികളായിരുന്നു. ഇങ്ങനൊരു നിയ്യത്തവര്, ഇങ്ങനൊരു പ്രതിജ്ഞ അവർ എടുത്തിരുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഒന്നുകൂടി വ്യക്തമായി ശ്രദ്ധിക്കുക. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ സമയത്ത് നിസ്കരിക്കാൻ സാധിക്കാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലായാലും തുണിഷാപ്പിലായാലും കല്യാണ വീട്ടിലായാലും ദിക്റിന്റെ മജ്‌ലിസിലായാലും വയലിന്റെ മജ്‌ലിസിലായാലും നിസ്കാരത്തിന്റെ സമയമായി ആ അവ്വലൊക്തിൽ നിസ്കരിക്കാൻ സാധ്യമല്ലെങ്കിൽ, ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ കുറ്റക്കാരത്തിയാവും. ഒന്നുകൂടി ഞാൻ ആ ഒരു മസ്അല ആവർത്തിച്ചു പറയുന്നത് സാധാരണക്കാരാണ് മറക്കാതിരിക്കാനും തിരിയാതെ പോവാതിരിക്കാനും വേണ്ടിയാണ്. ഇതാ ഇപ്പോൾ യശാബാഗിന്റെ സമയമായി. ഒരാൾ ഇവിടുന്ന് ഉറച്ച തീരുമാനം എടുത്തു, ഞാൻ ഈ യശാ ഖളാ ആകുന്നതിന് മുമ്പ് നിസ്കരിച്ചു കൊള്ളാമെന്ന് തീരുമാനിച്ചു. 4 മണിക്കാണ് ആ വ്യക്തി യശാ നിസ്കരിക്കുന്നത്. അള്ളാന്റെ അടുക്കൽ അവൻ കുറ്റക്കാരനല്ല.
കാരണം 4 മണി വരെ അവൻ ഇശാഇനെ പിന്തിപ്പിച്ചത് ഈ തീരുമാനത്തിലൂടെയാണ്. നേരെ മറിച്ച് ഇശാ ബാങ്ക് കൊടുത്തു, അവൻ ഖൽബിൽ അങ്ങനെ ഒരു തീരുമാനം എത്തിയില്ല. അവൻ പല കാര്യങ്ങളും ചെയ്ത് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ 4 മണിക്ക് ഒന്നുണ്ടാക്കി ഇശാ നിസ്കരിച്ചാലും ഇശാഇനെ 4 മണി വരെ പിന്തിപ്പിച്ചു എന്ന നിലക്ക് കുറ്റക്കാരെത്തിയാണ്. ളുഹറിന്റെ സമയമായി 3:15 പെണ്ണ് ളുഹർ നിസ്കരിക്കുന്നു. പക്ഷേ ളുഹർ ബാങ്ക് കൊടുത്തപ്പോ ഞാൻ ഈ ളുഹർ ഖളാ ആകുന്നതിന് മുമ്പ് നിസ്കരിച്ചു കൊള്ളാം എന്ന് തീരുമാനിക്കാതെ 3:15 പെണ്ണ് ളുഹർ നിസ്കരിച്ചാൽ 3:15 വരെ ളുഹർ പിന്തിപ്പിച്ചതിന്റെ പേരിൽ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരെത്തിയാണ്, അല്ലെങ്കിൽ കുറ്റക്കാരനാണ്. അതുകൊണ്ട് ഇതൊരു ഫിഖ്ഹിയായ മസ്അല പല സാധാരണക്കാരും അറിയാതെ പോയതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു ഗൗരവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നു. ഇനി രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രണ്ടാമതായി ഞാൻ 5 കാര്യമാണ് ആദ്യം നിങ്ങൾ ഉണർത്തുന്നത്. ഒന്ന്, ഒരു പൊതുവായ പ്രതിജ്ഞ നിങ്ങൾ അത് ചെയ്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്, നിസ്കാരത്തിന്റെ സമയമാവുമ്പോൾ ഈ പ്രത്യേകമായ പ്രതിജ്ഞ. ഇനി ഞാൻ രണ്ടാമത് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്താണെന്ന്, അള്ളാന്റെ അടുക്കൽ മാപ്പ് നൽകപ്പെടുന്ന ജാഹില്, മാപ്പ് നൽകപ്പെടാത്ത ജാഹില്. ജാഹില് എന്നപ്പോ നമുക്കൊക്കെ വിവരമില്ലാത്ത പല സാധാരണക്കാരും പറയും എനിക്ക് വിവരമില്ലാതെ ചെയ്തു പോയതാണ്. അത് സാധാരണക്കാര് ഇതൊരു വാക്കാണ്, എനിക്ക് വിവരമില്ലാതെ ചെയ്തു പോയതാണ്. ഞങ്ങൾ കേൾക്കണോ? ഇസ്ലാമിക വീക്ഷണത്തിൽ അള്ളാഹുവിന്റെ അടുക്കല് ജാഹിൽ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുമോ? ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, ഏതോ മലമുകളിലാണ് താമസിക്കുന്നത്. ഒരു ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് അവനിക്ക് നിർബന്ധമായ കാര്യങ്ങൾ ചോദിക്കാനും പഠിക്കാനും അന്വേഷിക്കാനും ഒരു സൗകര്യമില്ലാത്ത ഏതോ ഒരു മലമുകളിലാണ് അവന്റെ താമസം. ഒരു ആലിമുമായി, ഒരു വിവരമുള്ളവരുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ സൗകര്യമില്ലാത്ത ഏതോ ഒരു പ്രദേശത്ത് അവന്റെ അടുക്കൽ നിന്ന് ഒരു നിസ്കാരം സഹീഹാവാതെ പോയി, അല്ലെങ്കിൽ നോമ്പ് സഹീഹാവാതെ പോയി, അല്ലെങ്കിൽ ഒളു സഹീഹാവാതെ പോയി. അള്ളാന്റെ അടുക്കൽ ഓൻ കുറ്റക്കാരനല്ല, കാരണം അവർക്ക് പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ടില്ല. ഒരു വിഭാഗത. ഇനി രണ്ടാമത്തെ വിഭാഗത, അവൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് കാലം അധികമായിട്ടില്ല. ഉദാഹരണം പറയാ, ഒരാൾ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇന്നലെ, അങ്ങനെ ഇന്നോ ളുഹ്ർ നിസ്കരിച്ചു. നോക്കുമ്പോ തുണിയുടെ മൂച്ചില് ഒരു ദോരം ഉണ്ടായിരുന്നു, ഒരു ഓത്ത. പക്ഷെ ഓർക്കറിയില്ല, നിസ്കരിക്കുന്ന വസ്ത്രത്തില് ഇങ്ങനെ ഔറത്തിന്നതാണ്, ഔറത്തിന്റെ ഭാഗത്ത് ദോരമുണ്ടായാൽ നിസ്കാരം സഹിയാകൂല. അതൊന്നും അവർക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒന്നലങ്ങത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി വന്നിക്ക. ഇന്ന് ളുഹ്ർ നിസ്കരിച്ചപ്പോ ഔറത്ത് വലുവായിട്ടാണ് ഓൻ ളുഹ്ർ നിസ്കരിച്ച്. ളുഹ്ർ നിസ്കാരം കഴിഞ്ഞേക്ക് ഓനത് മരിക്കും ചെയ്തു. ആഖിറത്ത് ചെന്നാൽ ഈ ളുഹ്ർ നിസ്കാരം വാസ്തവത്തിൽ സഹീഹായിട്ടില്ല. കാരണം ഔറത്ത് മറയാതെയാണ് അവൻ നിസ്കരിച്ചത്. പക്ഷെ അവൻ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരനല്ല. കാരണം അവൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് ദീനിയായ മസാലകൾ പഠിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 2 വിഭാഗത്തിലും നമ്മൾ ആരും വരൂല. നമ്മൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് കാലം എത്രയായി? നമ്മൾ ജനിച്ചത് തന്നെ അൽഹംദുലില്ലാഹ് മുസ്ലിമീങ്ങളായ മാതാപിതാക്കന്മാർക്കാണ്. അള്ളാഹു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനും തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾക്ക് ജനിച്ചത് തന്നെ മുസ്ലിമീങ്ങളായി എന്തു മസ്അല വേണമെങ്കിലും ചോദിക്കാനും പഠിക്കാനും അന്വേഷിക്കാനും സൗകര്യമുള്ള ഉസ്താദന്മാരുള്ള, വായിച്ചിട്ടോ കേട്ടിട്ടോ ചോദിച്ചിട്ടോ അന്വേഷിച്ചിട്ടോ പഠിക്കാൻ സൗകര്യമുള്ള ഒരു ഗ്രാമത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്കൊരു മസ്അല അറിയാതെ നമ്മുടെ നിസ്കാരം ബാത്തിലായാൽ, നോമ്പ് ബാത്തിലായാൽ അള്ളാന്റെ അടുക്കൽ മാപ്പ് കിട്ടൂല. അള്ളാന്റെ അടുക്കൽ അതിനോ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഒരു ഉദാഹരണം പറയാം, ആരും വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു 75 വയസ്സായ ഒരു വ്യക്തി, കഥ വെച്ചിട്ടല്ല വന്ന് ഒരാളെ ഞങ്ങൾ സങ്കല്പിക്കാൻ, 75 വയസ്സായ ഒരു വ്യക്തി ഈ ഉൾനിയാമ്പിലാക്കൽ താമസിക്കുന്ന ഒരാളാണ് നിങ്ങൾ കൂട്ടിപ്പോയത്. അദ്ദേഹത്തിന്റെ നിസ്കാരം പലപ്പോഴും ബാത്തില, പല മസ്അല അറിയാത്ത കാരണം.
ഞാൻ പറയുന്നുണ്ട്. ഞാനിപ്പോ മസ്തല പറയാൻ പോകുന്നുണ്ട്. നിസ്കാരം എത്ര ആൾക്കാരാ നിസ്കാര ബാത്തിലായി കൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ലേ. 3 അനക്കം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവുന്ന അറിയാത്തോലാരാ. പക്ഷേ എന്റെ നിസ്കാരത്തിൽ 3 അനക്കം വരുന്നുണ്ട് എന്ന് എത്ര ആള് ശ്രദ്ധിക്കുന്നുണ്ട്? ഞങ്ങൾക്കൊരു ഉദാഹരണം പറയാം. സ്ത്രീകൾക്ക് കാണുന്നുണ്ടാ ചോദിച്ചു. നമ്മൾ റുക്കോയിൽ നിന്ന് എഴുത്തിരാലിലേക്ക് വരുമ്പോ 2 കയ്യും ഉയർത്തും. ഇത് 2 അനക്കാം. ഇത് 2 അനക്കാം. കയ്യ് നല്ല ശ്രദ്ധിക്കണം. കയ്യ് ഉയർത്തി ഉടനെ താഴ്ത്തി. ഇത് ഒരനക്കാഴ്ച കൂട്ടുക. നേരെ മറിച്ച് കാല് ഉയർത്തി താഴ്ത്തി. അത് 2 അനക്കാം. കേസ് മനസ്സിലാക്കണം. പല സഹോദരിമാരുടെ നിസ്കാരം ബാത്തിലാവുന്നത് ഒരു രൂപ ഞാനത് പറഞ്ഞുതരാം. പല ആൾക്കാരും സുജൂദിലേക്ക് അത് പോകുമ്പോ 2 കാലും ഒന്നത് പൊന്തിക്കും. എത്ര അനക്കായി എന്നറിയോ? 4 അനക്കായി. നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോ വലിയ ജമാഅത്തായി നിസ്കരിക്കുമ്പോ ബാക്കിലും ഇങ്ങനെ നിന്നിട്ടൊന്ന് മുമ്പിലേക്ക് നോക്കിയോക്കൊണ്ടു 95% ആൾക്കാരെ നിസ്കാരം വലിയ ബാത്തിലായി കിടക്കുന്നുണ്ടോ? എന്താണ് നിങ്ങൾ കയ്യ് 2 പ്രാവശ്യം ഒരേ പ്രാവശ്യം ഒപ്പം അനക്കിയാൽ 1 അനക്കവും, കാല് 2 പ്രാവശ്യം അനക്കിയാൽ 2 അനക്കായിട്ടാ കൂട്ടുക. കാലും കയ്യും അനക്കത്തിന്റെ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒന്നുകൂടി സ്ത്രീകളോട് പറഞ്ഞു, നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോ എന്ത് ചെയ്തു? നമ്മൾ മിക്ക സാധാരണക്കാരും ചെയ്യാറുണ്ട്. സ്ത്രീകളും എനിക്ക് ചോദിക്കാൻ പറ്റിയ പല സ്ത്രീകളോടും ചോദിച്ചപ്പോ ആ സ്ത്രീകൾ പറഞ്ഞു, അത് പലരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഒരു ധാരണ, ഈ സുജൂദിലേക്ക് പോകുമ്പോ ചിലപ്പോ എന്താവും കാര്യങ്ങള്, ഈ സ്ത്രീകളുടെ നിസ്കാര കുപ്പായം ഈ മതമ്പുങ്കാലിന്റെ അടിയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കേക്കാൾ. അപ്പൊ അവർക്ക് സുജൂദിലേക്ക് പോകുമ്പോ ഒരു തോന്നല്. എന്താ തോന്നല്? ഞങ്ങളെ കാലേറ്റ വലിവാകുന്നുണ്ടോന്ന്. ഈ തോന്നല് കാരണം അവർ 2 കാലും തന്നെ പൊന്തിച്ച് താഴ്ത്തും. ഇനി കാനാ നിസ്കാര കുപ്പായം രതിക്ക് ഇങ്ങനത്തെ കീപ്പത്തിന് നിലത്തേക്ക് തട്ടിക്കോട്ടേച്ചിട്ട്. പക്ഷെ അപ്പം ചെയ്തു സുജൂദിലേക്ക് പോകുമ്പോ ഈ 2 കാലും പൊന്തിച്ച് ഇങ്ങോട്ട് വെച്ചു നിൽക്കാം. ഈ കാല് പൊന്തിച്ചു 1 അനക്കം, താഴ്ത്തി 2 അനക്കം. ആ മറ്റേ കാലും പൊന്തിച്ചു താഴ്ത്തി 4 അനക്കായി. സുജൂദിലേക്ക് പോകുമ്പോ 2 കാലും പൊന്തിച്ച് താഴ്ത്തലോടുകൂടെ 4 അനക്കം വന്നു. നിസ്കാരം ബാത്തിലായി. വ്യക്തമായ കാരണമില്ലാതെ നിസ്കാരത്തിൽ 3 അനക്കം അനങ്ങാൻ പാടില്ല. ചിലപ്പം 3 അനക്കത്തിൽ അധികം അനങ്ങിയാലും നിസ്കാരം ബാത്തിലാവൂല. ഉദാഹരണം പറയാം. നമ്മളിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുക, ഒരു പാമ്പ് വന്നിട്ട് കൗത്തിൽ ഇങ്ങോട്ട് ചുറ്റി ഇതാലൊക്കെ വലിട്ട് നിങ്ങാണ്ട് പോകില്ല. നമ്മളിപ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ പാമ്പ് എന്തിനാ കൗത്തിൽ ചുറ്റിന്? പെരയിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മിറ്റത്ത് കൂടെ പാമ്പ് പോയാ പോലെ നമ്മൾ കത്തയച്ച് വായില്ല. മസ്തല എന്താണ് നിങ്ങൾക്ക്? നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ ശരീരത്തിലേക്ക് പാമ്പ് വീണ് അങ്ങനെ പാമ്പ് പറഞ്ഞിട്ട് ചിറ്റീന് വെക്കുക. എന്ത് കാറ്റിക്കും പാമ്പ് ഇങ്ങോട്ട് പോകുന്നില്ല. 5-6 വലിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരൊറ്റയേറാ പാമ്പിന്. അപ്പൊ 4-5 അനക്കം വന്നു. നിസ്കാരം ബാത്തിലാവൂല. അതൊരു ആവശ്യത്തിനാ. അതിന് മസല. അല്ലാതെ പാമ്പ് കൗത്തി ചാടിച്ചിട്ട് നിസ്കാരം കത്തയക്കാൻ പറ്റുന്നല്ല. ചിലപ്പോ നിസ്കാരം കത്തയച്ചു പോവേണ്ട മസലകളുണ്ട്. അവൻ ശ്രദ്ധിക്കണം. ഒരു മുതലുണ്ട്. നമ്മളൊരു വീട്ടിൽ നിസ്കരിക്കാൻ നിൽക്കുക, വാതിൽ കുറ്റിയിടാൻ വന്നു. ആരോ വന്നിട്ട് വാതിലുമെല്ലാം തുറന്ന് നമ്മളെ മേശപ്പുറത്തുള്ള എന്തോ ഒരു മുതലേച്ച് പായാണ്. അണ്ണാച്ചി വിചാരിച്ചത് ഇവര് നിസ്കരിക്കാൻ നിൽക്കുകയാണ്, നിന്റെ ഒപ്പം പോരൂലാണ് അണ്ണാച്ചി മനസ്സിലാക്കിയത്. പക്ഷെ അണ്ണാച്ചി മനസ്സിലാക്കിയ സാരിക്കൊയ്യാതെ ക്ലാസ് കേട്ട പെണ്ണാണെന്ന് അണ്ണാച്ചിക്ക് ഇല്ലല്ലോ. അത് മസ്തല നമ്മൾ നിസ്കാരം നോക്കിങ്ങാൻ നിൽക്കാനല്ല, നിസ്കാരം കത്തയച്ചിങ്ങാണ്ട് പായന്റെ കോലങ്ങളുണ്ട്. ഇൻഷാല്ലാ നിസ്കാരത്തിൽ എത്തുമ്പോ പറയാം. അതുകൊണ്ടാണല്ലോ മുമ്പ് അമ്മായിമ്മയും 2 മരുമക്കളും നിസ്കരിക്കാൻ നിൽക്കുക. പക്ഷെ കിച്ചന്റെ വാതില് കുച്ചിടാമാന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോ പൂച്ച ഔത്തിയേടി തേങ്ങാമൂലിയേറ്റ് പോവുക. അമ്മായിമ്മത് കണ്ട് അമ്മായിമ്മക്കാലം മുതലിന് ചൂടുണ്ടാവുക. മക്കളെ പൂച്ചയുടെ തേങ്ങാമൂലിയേറ്റ് പോകുന്നതാണ്. 3 നിസ്കരിക്കാൻ നിൽക്കാൻ. അപ്പൊ മൂത്ത മരുവലാണ് ഉമ്മ നിസ്കരിക്കുമ്പോ മുണ്ടാൻ പാടില്ലല്ലോ, മൂപ്പത്തി നിസ്കരിക്കാൻ. അപ്പൊ ചെറിയ മരുവല ഞാൻ പിന്നെ അതിനെ മുണ്ടാതിരുന്നത് പൂച്ച കൊണ്ടുപോകുന്നത് കാണാനല്ല, നിസ്കരിക്കാൻ മുണ്ടാൻ പാടില്ല. ഞാൻ പിന്നെ മുണ്ടാതിരുന്നത്. അപ്പൊ മുതലേറ്റ് പോകുമ്പോ അവർക്ക് മസാലകൾ എന്ത് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് 3 അനക്കം കൊണ്ട് എത്ര ആളുകളുടെ നിസ്കാരം ബാത്തിലാകുന്നുണ്ട്. ഞാൻ ഈ മസാല പഠിപ്പിക്കാനാ പറയുന്നത്. പക്ഷെ ഒരാൾക്ക് അറിയില്ല
എങ്ങനെ അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാ. അപ്പൊ നമ്മൾ എഴുത്തിലാലിലേക്ക് വരുമ്പോ രണ്ട് കയ്യും ഉയർത്തും. ഈ രണ്ട് കയ്യും ഉയർത്തുമ്പോ സമി അല്ലാഹു ലിമൻ ഹമിദ. ഇപ്പൊ എന്തായി? ഒരനക്കം. ഒന്ന് നല്ല ശ്രദ്ധിക്കണവരെ. കാല് ഒരേ സമയത്ത് 2 പ്രാവശ്യം പൊന്തിക്കുകയും താഴ്ത്തുകയും ചെയ്താൽ എന്താണ്? 2 അനക്കായിട്ടാ കൂട്ടുക. കൈ ഒരേ സമയത്ത് പൊന്തുകയും താഴ്ത്തുകയും ചെയ്താൽ ഒരനക്കമാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഇഷ്കാലുണ്ടാവുക. എന്താ? കൈ ഇങ്ങനെ ആക്കുമ്പോ ഒരനക്കും, കാലിങ്ങനെ ആക്കുമ്പോ 2 അനക്കും. അതിൽ വ്യത്യാസമുണ്ട്. നിസ്കാരത്തിൽ കാലനങ്ങേണ്ട ആവശ്യമില്ല. ഇതിനാ കാലനങ്ങനെ? വെച്ച കാല് ഏറിക്കഴിഞ്ഞാൽ വലത്തെ കാല് അനങ്ങേണ്ട ഒരാവശ്യമില്ല. വലത്തെ കാല് സുജൂദിലേക്ക് പോകുമ്പോ ചെരിപ്പരിക്കാലിന്റെ വിരലുകളുടെ പള്ള, ആ പള്ളൊന്നും അലകേണ്ട ഒരാവശ്യമില്ല. ഓരോ വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല, പിന്നീട് പറയാം. പക്ഷെ കൈ പല സമയത്തും അനങ്ങേണ്ടി വരും. അപ്പൊ കൈയും കാലും അനക്കത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എഴുത്തിലാലിലേക്ക് വരുമ്പോ എന്ത് ചെയ്തു? സമിഅല്ലാഹു ലിമൻ ഹമിദ. ഈ 2 കൈയുങ്ങട്ട് പൊന്തുകയും താഴ്ത്തുകയും ചെയ്തു. അതിന്റെ ഒപ്പം തല ഒന്നത് അളവും ചെയ്തു നോക്കുക. കലതുവത്തിലായി. ഒന്നും കൂടി നിങ്ങൾക്ക് ചെയ്യാം. സമിഅല്ലാഹു ലിമൻ ഹമിദ. ചില ആൾക്കാര് ഇപ്പൊ നിസ്കാരം ബാത്തിലായി വരെ. എന്തേ കാരണം? ഇത് 2 അനക്കം. ഈ കൈ പൊന്തുകയും താഴ്ത്തുകയും ചെയ്തപ്പോൾ 2 അനക്കം വന്നു. തലി അളകി. അപ്പൊ എത്ര അണക്കായി? 3 അണക്കായി. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം അവന്റെ നിസ്കാരം ബാത്തിലായി പോയിട്ടുണ്ട്. പക്ഷേ എന്റെ നിസ്കാരം ബാത്തിലായിട്ടുണ്ട് എന്ന് ഞമ്മക്കറിയില്ല. എന്തേ കാരണം? നിസ്കാരം ബാത്തിലാകുന്ന മസ്അലകൾ എന്തൊക്കെയാണ് നമ്മൾ അന്വേഷിക്കാനോ പഠിക്കാനോ പോയിട്ടില്ല. നമ്മൾ ആരോ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. മുമ്പ് പോക്കലും അക്ബറും പാടെ നിസ്കരിക്കാനും. അപ്പൊ അക്ബറാണ് ഇമാമ്. അക്ബർ പോക്കലിനോടാണ് ഞാൻ കാട്ടും പോലെ ഇതിനെ കാട്ടിയാൽ മതിയെന്ന. അങ്ങനെ അക്ബർ ഇമാമത്ത് നിന്ന് അക്ബർ എന്ത് ചെയ്ത്? എന്താണ്? അല്ലാഹു അക്ബർ. അപ്പൊ അക്ബർ കാട്ടും പോലെ കാട്ടാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ അല്ലാഹു പോക്കർ. ഇവനെ കുറ്റമാണ്. ശരിയാ, ഇവർക്ക് നിൽക്കാനെന്ന അപ്പം പഠിച്ചിട്ടില്ല. ഇമാമത്തിന് അക്ബർ പറഞ്ഞത് ഞാൻ കാട്ടും പോലെ കാട്ടിയാൽ മതി ചെയ്യുന്നത്. ഇവ അള്ളാഹു അക്ബറാണ്. അപ്പൊ ഇമാം ഔമുമുക്കിനപ്പ അള്ളാഹു പോക്കലാണ്. നമ്മളെ അവസ്ഥ അതാ. നമ്മളിങ്ങനെ നമ്മൾ ആരൊക്കെയോ ചെയ്യുന്ന കണ്ട് നമ്മൾ അതേമായി ഇങ്ങനെ ചെയ്യുക. എന്താണ് എന്റെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യം? ഇന്റെ ഒന്നു സഹിയാകുന്നുണ്ടോ? ഞാൻ കുലിക്കുന്നത് സഹിയാകുന്നുണ്ടോ? എനിക്ക് കുലി നിർബന്ധമായിട്ട് ഞാൻ കുലിക്കാതെ പോയിട്ടുണ്ടോ? എത്ര പെണ്ണുങ്ങൾക്ക് കുലി നിർബന്ധമായിട്ട് കുലിക്കാത്ത പെണ്ണുങ്ങളുണ്ട്. അയാൾ ലാസ്റ്റ് പറഞ്ഞില്ലേ, പോകാൻ നേരത്തെ പറയല്ല ആ മസ്ലിം ഒറ്റ പോക്കാൻ പോകാൻ അത്രയും ഭക്ഷണത്തിന് മസ്ല. കുലി നിർബന്ധമായിട്ട് കുലിക്കാത്ത പെണ്ണുങ്ങളുണ്ട്. ഈ എത്രയോ കുലി നിർബന്ധമായിട്ട് പലപ്പോഴും മസ്അല അറിയാത്തതിന്റെ പേരിൽ ആ കുലി ബാത്തിലായി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇബാദത്തെ മസ്അല അറിയാത്തതിന്റെ പേരിൽ പലപ്പോഴും ബാത്തിലായി പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ പോലത്തവർ അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടൂല. എന്തേ കാരണം? ചോദിക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട്. പക്ഷെ നമ്മളതിന് മെനക്കെത്തിയില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അറിയേണ്ടത്, ജാഹില്, വിവരമില്ലാത്തവൻ, അള്ളാന്റെ അടുക്കൽ മാപ്പ് നൽകപ്പെടുന്ന ജാഹില്, അള്ളാന്റെ അടുക്കൽ മാപ്പ് നൽകപ്പെടാത്ത ജാഹില്. അള്ളാന്റെ അടുക്കൽ മാപ്പ് നൽകപ്പെടുന്ന ജാഹില് ഏതാണ്? ഇസ്ലാമിക ഫിഖ്ഹിന്റെ വീക്ഷണത്തിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, കാലങ്ങളോളമായിരിക്കുന്നു, പക്ഷേ അവർക്ക് ദീനിയായ മസ്അലകളൊന്നും പഠിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല. അവർക്ക് അതിന് പറ്റാവുന്ന ഒരു മേഖലയിലല്ല അവൻ താമസിക്കുന്നത്. അങ്ങനത്തവൻ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നത് അടുത്ത കാലത്താണ്, എല്ലാ വിഷയങ്ങളും പഠിക്കാനുള്ള സമയം അവന് കിട്ടിയിട്ടില്ല. ഈ വിഭാഗത്തിൽ നമ്മൾ പെടൂല. അപ്പൊ നമ്മളൊക്കെയും യഥാർത്ഥത്തിൽ വിവരമുള്ളവരാ. പഠിക്കാൻ സൗകര്യവും സന്ദർഭവും അവസരവും ഉള്ളവരാണ് നമ്മളൊക്കെയും. പക്ഷേ നമ്മൾ അത് ഉപയോഗപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ മസ്അല അറിയാതെ നമ്മുടെ വുളൂഅ് ബാത്തിലായാൽ, നമ്മുടെ നിസ്കാരം ബാത്തിലായാൽ, നമ്മുടെ നോമ്പ് ബാത്തിലായാൽ, റബ്ബേ എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട്
അബദ്ധം വന്നു പോയതാണെന്ന് പറഞ്ഞു രക്ഷപ്പെടാൻ മാർഗമില്ല. ഇതാണ് എനിക്ക് രണ്ടാമതായി പറയാം. ഇനി മൂന്നാമതായി നമ്മൾ ഒറ്റ വാക്കിൽ മനസ്സിലാക്കിയാൽ മതി. ഓരോ വ്യക്തികൾക്കും ഫർള് ഐനായ ഒരു നിർബന്ധമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഫർള് ഐനായ പല കാര്യങ്ങളുണ്ട്. ഉദാഹരണം നിസ്കാരം. 5 വഖത്ത് നിസ്കരിക്കൽ ഫർള് ഐനാണല്ലോ. ഏതെങ്കിലും ഒരാൾ നിസ്കരിച്ചത് കൊണ്ട് ആരും മറ്റുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവാവൂല. അതിന്റെ സ്ത്രീകളൊന്ന് മനസ്സിലാക്കണം. ഫർള് 2 വിധം. ഒന്ന് ഫർള് ഐന്, വ്യക്തിപരമായി ഓരോരുത്തർക്കും നിർബന്ധമായത്. അതിന്റെ ഉദാഹരണം 5 വഖത്ത് നിസ്കാരം. ഇനി ഫർള് കിഫായ, സമൂഹത്തിന്റെ മേലിൽ മൊത്തത്തിൽ ഒരു നിർബന്ധമായത്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിന് കഴിച്ചിലാവും. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരൻ. ഉദാഹരണം മയ്യത്ത് നിസ്കാരം. ഒരാൾ മരിച്ച് ആ മരിച്ച മഹല്ലത്തിലുള്ള ഒറ്റ കുട്ടികളും ആ മയ്യത്തിന്റെ പേരിൽ നിസ്കരിച്ചില്ല. നിസ്കരിക്കാതെ മറമാണ്. നിസ്കരിക്കൽ നിർബന്ധമായ മയ്യത്ത്, നിസ്കരിക്കാൻ പാടില്ലാത്ത മയ്യത്തുണ്ട്, അത് വേറെ കാര്യം. നിസ്കരിക്കൽ നിർബന്ധമായ മയ്യത്ത ഒരാളും നിസ്കരിച്ചില്ല, നിസ്കരിക്കാതെ മറമാണ്. അല്ലെങ്കിൽ ആ വ്യക്തി മരിച്ചിട്ട് കുളിപ്പിക്കൽ നിർബന്ധമായ ആ മയ്യത്തിന് ആ മഹല്ലത്തിൽ ആരും കുളിപ്പിച്ചില്ല. ആ നാട്ടുകാർ എല്ലാവരും കുറ്റക്കാരാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്ന് ആ മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറമാതി ഒരാൾ ആ കാര്യം ചെയ്തു. ഈ നാട്ടുകാർ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവായി. അതാണ് ഫർള് കിഫായ. ഇപ്പൊ നമ്മളെ വിഷയം കിടക്കുന്നത് ഫർള് ഐന്, ഓരോരുത്തർക്കും വ്യക്തിപരമായി നിർബന്ധമായ, അഥവാ 5 വഖത്ത് നിസ്കാരം. ഈ 5 വഖത്ത് നിസ്കാരം സഹീഹാവാൻ ആവശ്യമായ മസ്അല പഠിക്കാതിരിക്കൽ വൻകുറ്റമാണ്. സാധാരണക്കാരെന്താ പഠിക്കുന്നത്? നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലുമുള്ള സാധാരണക്കാരെന്ന് എടുത്ത് പരിശോധിച്ചോ. കാണി, നമ്മൾ പ്രായപൂർത്തിയാണ്, നമുക്കിത് നിസ്കാരത്തിന്റെ രൂപം അറിയാം. ആ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളോ, നിസ്കാരം സഹീഹാവാനുള്ള മസ്അലകളോ, ആ നിസ്കാരം സഹീഹാവണമെങ്കിൽ നിർബന്ധമായ കുലി വന്നാൽ ആ കുലി സഹീഹാവണം, ഒന്നുണ്ടാക്കണം, ആ ഒന്നു സഹീഹാവണം, ഒന്നു സഹീഹാവണമെങ്കിൽ ആ വെള്ളം ശുദ്ധിയുള്ള വെള്ളമാവണം, നിസ്കരിക്കുന്ന സ്ഥലം നജസിനെ തൊട്ട് വൃത്തിയാവണം. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതൊന്നും പഠിക്കാതെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ പോയിക്കൊണ്ടിരിക്കുക, അത് വൻകുറ്റമാണ്. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വൻകുറ്റം എന്നാണ് ആകെ ഏഴുന്നുള്ളൂ. സാധാരണ സബുൽ മൂബിക്കാത്തെന്ന് അറിയപ്പെടുന്ന 7 ദോഷങ്ങളാണ് വൻകുറ്റം. അല്ല, വൻകുറ്റം എന്നാൽ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അപ്പൊ മഹാന്മാരാവുന്ന ഫുഖഹാക്കൾ, പ്രത്യേകിച്ച് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിനെ പോലത്തവർ പറയുന്നു, ഫർള് ഐനായ കാര്യം, ഉദാഹരണം നിസ്കാരം, 5 വഖത്ത് നിസ്കാരം, അത് സഹീഹാവാനുള്ള ഇൽമ് പഠിക്കാതിരിക്കൽ വൻകുറ്റമാകുന്നു. ഇന്ന് ഓരോ മഹല്ലത്തിലും ക്ലാസുകളും പരിപാടികളും വയലുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഓരോ അമലുകൾ സഹീഹാവാനുള്ള മസ്അലകൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നത് ഇല്ലാതെയായി വരുന്നു. ചെറുപ്പത്തിൽ അതിന് പഠിക്കാനും സൗകര്യം കിട്ടിയില്ല. ഇപ്പോൾ അതിന് സൗകര്യങ്ങൾ കിട്ടിയപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത വിഷയം, അതുപോലെ തന്നെ പഠിക്കാൻ താല്പര്യം കാണിക്കാത്ത വിഷയം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒറ്റ വാക്കിൽ പറയാം, നമ്മുടെ എല്ലാ ക്ലാസുകളും ഫർള് ഐനായ നിസ്കാരം, നോമ്പ് പോലത്തെ ഫർള് ഐനായ വിഷയങ്ങൾ സഹീഹാവാനുള്ള മസ്അലകളായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു സൗകര്യം ഇവിടെ ഉണ്ടായിട്ട്, പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ട്, കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നുള്ളത് വൻകുറ്റങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കാരണം നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് പോവാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്കിത് ആവശ്യമാണെന്നൊരു ബോധ്യപ്പെടുത്തുകയാണ് ഓരോ വ്യക്തികളും. നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ളവരോട് കൂടി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്കും പഠിക്കൽ നിർബന്ധമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് സ്ത്രീകൾ അളവിന്. ഞാൻ ഇപ്പൊ പൂവാനിക്കുന്നിൽ പൂവാനിക്കുന്ന് ഭാഗത്തല്ലേ, അവിടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു 2-3 മസ്തനെ ഒന്ന് ഇഷ്കാരാക്കിയത് പോയത്. എന്താ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഇത് ആവശ്യം എന്തല്ലോ നിൽക്കുന്ന അറിയാനല്ലോ. ഇയാൾക്കത് കുറെ പറയാൻ കെത്തിച്ചിട്ട് പൂജയായിട്ട് പറയല്ല നിൽക്കുണ്ടോന്നല്ലോ. ഞാനതെങ്ങനെ 2-3 ഇങ്ങനെ ഇഷ്കാലാക്കിയിട്ട് മയ്യത്ത് പരിപാലനം തുടങ്ങി.
ഇന്നലെയും മിഞ്ഞാനൊക്കെ ഫോണ് ഉസ്താദെ ആ മസല പറഞ്ഞ് പൂർത്തിയായിട്ട് മയ്യത്ത് കുളിപ്പിച്ചാൽ മതി. ആ ഞങ്ങൾ പോകുമ്പോ എല്ലാ സ്ത്രീകളും പറഞ്ഞു അബ്ബേ എന്തായിരിക്കും അതിന്റെ വിധി, എന്തേ ഉസ്താദ് അത് ഫുള്ള് പറയാല്ലേ? ഞാൻ പറഞ്ഞു അടുത്ത ചൊവ്വാഴ്ച 4:15 വരാനാണ്, ഒരുങ്ങി ഇത് വന്നോളി, മൊബൈൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഇത് വന്നോളി എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തില് അറിയാതെ പോയി എത്രയോ മസാലകള്, പക്ഷെ പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ട് നമ്മളിപ്പോഴും പെരയിലിരുന്ന് TV കാണുന്ന എത്ര ആളുകള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരത് വരുന്നവരോട് ഞാൻ പറയും, വിഷയത്തിലേക്കൊക്കെ നമ്മൾ കടക്കുന്നുള്ളൂ. കാരണം അതൊരു നമ്മൾ തുടർച്ചയായി പോവേണ്ട ക്ലാസ് ആയതുകൊണ്ട് ഒരു തെർക്കീബായിട്ട് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ നിർബന്ധമാണെന്നുള്ള ഒരു ബോധം ഓരോരുത്തർക്കും ഉണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, വൻദോഷം ഒരാളിൽ നിന്ന് വരാൻ പാടില്ല. അത് ഫറള് ഐനായ കാര്യങ്ങൾ സഹിയാവാനുള്ള മസ്അലകൾ പഠിക്കാതിരിക്കുക എന്നുള്ളത് വൻദോഷങ്ങളിൽപ്പെട്ടതാ. ആ വൻദോഷത്തിന്റെ പാപം അത് തൗബ എന്താ? പഠിക്കല. നിസ്കാരം കളാക്കി അതിന്റെ തൗബ എന്താ? അവസാനേ എന്റെ നിസ്കാരത്തിൽ പോയിട്ടുണ്ടാനല്ല, ആ നിസ്കാരത്തിൽ കളാ വീട്ടല, അതന്നെ അതിന്റെ തൗബ. ഇനി ആ നിസ്കാരം കളാക്കൂലാന്ന് തീരുമാനിക്കുക, കളായിപ്പോയ നിസ്കാരമൊക്കെ അത് കളാ വീട്ടുക. അതുപോലെ തന്നെ ഇനി കള ആയിപ്പോയതിൽ ഒരു ദുഃഖം വരിക, ഇതാണ് അതിന്റെ തൗബ. എന്ന മാതിരി ഫറള് ഐനായ നിസ്കാരം പോലത്തെ പല കാര്യങ്ങളും സഹിയാവാനുള്ള മസാലകൾ പഠിക്കാതെ പോയിട്ടുണ്ട്. അതിനുള്ള തൗബ എന്താ? അതാണ് പഠിക്കല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഞാൻ ഒന്നാമത് അസുമ് ആമ് പൊതുവായ പ്രതിജ്ഞ ഓരോരുത്തരും ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തത് അള്ളാഹുവിന്റെ അടുക്കൽ മാപ്പ് നൽകപ്പെടുന്ന ജാഹില് ആരാണ്? ആ ജാഹിലിന്റെ കൂട്ടത്തിൽ നമ്മളാരും പെടുകയില്ല. പഠിക്കാനും അന്വേഷിക്കാനും വായിക്കാനും ചോദിക്കാനും സൗകര്യമുള്ള ഒരു ഗ്രാമത്തിലും പ്രദേശത്തിലുമാണ് നമ്മൾ താമസിക്കുന്നത്. മൂന്നാമത്തത് ഫറള് ഐനായ കാര്യങ്ങള് സഹീഹാവാനുള്ള മസാലകള് വിഷയങ്ങൾ പഠിക്കാതിരിക്കൽ വൻകുറ്റത്തിൽപ്പെട്ടതാണ്. ഇനി നാലാമതായി ഒരു കാര്യം എല്ലാവരും ചിന്തിക്കേണ്ടത് എന്താണ്? അത് നമ്മുടെ ഖൽബിൽ എപ്പോഴും വേണം. അതായത് നമ്മുടെ ഇബാദത്ത് സഹീഹായി എന്നതിന്റെ പേരിൽ അള്ളാന്റെ അടുക്കൽ അത് മഖബൂലായിക്കോന്നില്ല. അതല്ല എല്ലാ സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ടതാ. കാരണം ചില ആളുകൾ നിസ്കാരം നോമ്പൊക്കെ ഭയങ്കര കറക്റ്റായിരിക്കും, സാമ്പത്തിക ശുദ്ധി തീരുണ്ടാവും. അതുകൊണ്ട് സാധാരണക്കാര് എന്റെ ക്ലാസ്സിലുള്ള സഹോദരിമാരോട് ചില സൂചനകൾ ഞാൻ നൽകുകയാണ്, വിശാലമായി പറയാൻ സമയമില്ല. നിങ്ങൾ മസാല കേട്ടിട്ട് സഹിയായ രൂപത്തിൽ കുളിക്കാനും മുറുണ്ടാക്കാനും രഹസ്യ വൃത്തിയാക്കാനും നിസ്കരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ മാപ്പലാര് തിന്നാൻ തരുന്ന ചോറ് മഹാ പോക്കാണെങ്കിലല്ലോ ഈ നിസ്കാരം കൊണ്ട് ആഹ്റത്തിൽ ഒരു ഉപകാരം കിട്ടൂല. അതിന്റെ സാധാരണക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ അമല് സഹീഹായി എന്നതിന്റെ പേരിൽ മഖബൂലായിക്കോന്നില്ല. അമല് സഹീഹാവല് വേറെ, മഖബൂലാവല് വേറെ. മഖബൂലാവണമെങ്കിൽ അമൽ സഹീഹാവണം. ഇനി നമ്മൾ എല്ലാ ഷർത്തുകളും ഫർളുകളും പാലിച്ചു ഒരാൾ നിസ്കരിച്ചു, നിസ്കാരം സഹീഹാണ്, പക്ഷെ അതിന് പ്രതിഫലം ആഖിറത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അമല് സഹീഹാവാൻ ഫിഖ്ഹിയായ മസ്അലകൾ അറിയണം. അമല് മഖബൂലാവാൻ നമ്മൾ തിന്നുന്ന മുതൽ ഹലാലാവണം. എത്ര ആള് തിന്നുന്ന മുതൽ ഹലാലുണ്ടെന്ന് 1-2 ഉദാഹരണം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് 8:45 ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട വളരെ മസ്അലയിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാം. അതെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് എളുപ്പം തിരിയാൻ പറയും. ഇതിപ്പോ മദനി ഉസ്താദിന്റെ വളപ്പാണ് അല്ലെ? നിങ്ങളുടെ പേരിലല്ലേ മദനി ഉസ്താദ്? അതെ, മദനി ഉസ്താദിന്റെ വളപ്പാണ്. എനിക്ക് മദനി ഉസ്താദിന് ഒരിക്കലും തെളിപ്പതിയില്ല ഞാൻ ഇവിടെ വെച്ച് യശാ നിസ്കരിക്കുന്നത്. പക്ഷെ ഞാൻ ബലം പ്രയോഗിച്ച് മദനി ഉസ്താദിന്റെ സമ്മതമില്ലാതെ ബലം പ്രയോഗിച്ച് ഞാൻ ഈ മുറ്റത്ത് നിന്നാണ്ട് നിസ്കരിച്ചു. എല്ലാ ഷർത്തുകളും നിസ്കാരത്തിന്റെ 14 ഫറളും അതിന്റെ ഷർത്തും എല്ലാം ശരിയായിട്ടുണ്ട്. ഇതിന്റെ അമല് സഹീഹാണ്, പക്ഷേ മഖബൂലല്ല. കാരണം ഒരാൾക്ക് തൃപ്തിയില്ലാത്ത ഭൂമിയിൽ വെച്ചിട്ടാണ് ഞാൻ നിസ്കരിച്ചത്. ആ അമല് ഓന്റെ നിസ്കാരം സഹീഹാണെങ്കിലും ഓൻ ചെയ്ത പ്രവൃത്തി ഹറാമായി പോയി.
അപ്പൊ എന്റെ ഈ മസ്അലയിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു അമല് സഹീഹായിച്ചിട്ട് അള്ളാന്റെ അടുക്കൽ അത് മഖബൂലായിക്കോളണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമല് സഹീഹാവാൻ നമ്മൾ തിന്നുന്ന മുതൽ ഹലാലായി തീരണം. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹാന, നിങ്ങൾ ഹലാല് തിന്നുക എന്നിട്ട് സൽപ്രവർത്തനം ചെയ്യുക. മഹാനായ ഗസ്സാലി ഇമാം ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറയുന്നു, അമല് സാലിഹാവാൻ, അമല് മഖബൂലാവാനുള്ള നിബന്ധനയാണ് ഹലാല് തിന്നുക. കാരണം അല്ലാഹു തആല ഹലാല് തിന്ന് നിങ്ങൾ അമലുകൾ, സാലിഹായ അമലുകൾ ചെയ്യുക എന്നാണ് പറഞ്ഞത്. നോക്കി നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരാള് 10 ദിർഹമാണ് റസൂലുള്ളാഹിന്റെ ഹദീസിൽ. പക്ഷെ നമ്മളെപ്പോൾ 10 രൂപന്ന് പറയാൻ എളുപ്പം തിരിയാ. ഞാനിപ്പോ ഉദാഹരണം പറയാ, ഈ തവ്വല് വാങ്ങിയത് 10 ഉറുപ്പ്യക്കാ, അല്ലട്ടോ 40 ഉറുപ്പ്യ വില ഉണ്ട്, തിരിയാൻ വേണ്ടി പറയാ, അത്ര മോശമല്ല. 10 ഉറുപ്പ്യക്കാ ഞാൻ ഈ തവ്വല് വാങ്ങിയത്. 9 രൂപ ഹലാലാണ്. 1 രൂപ ഇതിൽ ഹറാമായ പൈസ കൂട്ടിയിട്ടാണ് ഞാൻ ഈ തവ്വല് വാങ്ങിക്കുന്നത്. 10 രൂപയുടെ തവ്വല് 1 രൂപ അല്ലെങ്കിൽ 50 പൈസ ഹറാമായ പൈസ കൂട്ടിയിട്ടാണ് ഞാൻ ഈ തവ്വല് വാങ്ങിയത്. എന്നിട്ട് ഞാൻ ഈ തവ്വല് തലയിലെത്ത് നിസ്കരിച്ചു. തവ്വല് എന്നുള്ളതൊരു ഉദാഹരണം, അതിന് എന്ത് കൊണ്ടാൻ വേണ്ടി ആരും വിരിയാകത്തില്ല. ഞാൻ നിസ്കരിച്ചു, എനിക്ക് നല്ല ഭയഭക്തിയുണ്ട്, 14 ഫറള് കറക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു വേണ്ടി ഒലുണ്ടാക്കിയ ഒലു വളരെ കറക്റ്റാണ് ഫിഖിന്റെ വീക്ഷണത്തിൽ. ഞാൻ എന്റെ നിർബന്ധമായ കുലി 100% സഹീഹാണ്, എല്ലാം കറക്റ്റാ. എന്റെ 4 റക്അത്ത് ഞാൻ ഇശാ നിസ്കരിച്ചു, എന്റെ നിസ്കാരം സഹീഹാണ്. നാളെ ആഖിറത്ത് ചെല്ലുമ്പോൾ ഞാൻ ഈ നിസ്കരിച്ചതിന് അള്ളാന്റെ അടുക്കൽ പ്രതിഫലം ഇല്ല. കാരണം ഈ ഹറാമായ മുതൽ ഉപയോഗിച്ചാണ് ഞാൻ നിസ്കരിച്ചത്. ആ നിലയ്ക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ തിന്നുന്ന മുതല്. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മക്കയിൽ ചെന്നു. എല്ലാരും സംസം വെള്ളം കുടിക്കുക. ഇപ്പോഴാണ് തേപ്പ് വൈക്കൊക്കെ സംസം വെള്ളം കിട്ടാൻ തുടങ്ങിയത്. പഴയ കാലത്ത് കിണറ്റിൽ നിന്ന് ബക്കറ്റും കാലും ഉപയോഗിച്ചും കൊണ്ടായിരുന്നു ഹജ്ജിന് ചെന്നവർ സംസം വെള്ളം കോരിയെടുത്തിരുന്നത്. എല്ലാരും സംസം വെള്ളം കുടിച്ചും കൊണ്ടിരിക്കുമ്പോ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു സംസം വെള്ളം കുടിക്കാതെ നിൽക്കുകയാണ്. മുജാഹിദായതുകൊണ്ടല്ല. ആ മുജാഹിദിന്റെ നേതാവ് അബ്ദുസ്സലാം സുല്ലമി എഴുതിയത് എന്താണ് അറിയുന്നത്? സംസം വെള്ളത്തിന് ഒരു പ്രത്യേകതയില്ല, അത് സാധാ പച്ചവെള്ളമാണ്, ദാഹിക്കുന്നുണ്ടെങ്കിൽ കുടിക്കാം. ഹജ്ജും ഉംറയും കഴിഞ്ഞാൽ നാട്ടിക്കത് കെട്ടി വലിച്ച് കൊണ്ടുപോകുന്നതിൽ ഒരു പുണ്യവുമില്ല, അത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. പക്ഷേ മഹാനായ ഇബ്രാഹിം അദ്ദേഹം എന്നവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ സംസം വെള്ളം കുടിക്കാത്തത്? ആ സമയത്ത് മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയുമോ? ഈ ബക്കറ്റും കയറും ഹലാലായ പൈസക്ക് വാങ്ങിയതാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സംസം കിണറ്റിൽ നിന്ന് സംസം വെള്ളം മുക്കാൻ ഉപയോഗിച്ച ബക്കറ്റും കയറുണ്ടല്ലോ, അത് ആരുടെ എങ്ങനെയുള്ള പൈസക്ക് വാങ്ങിയതാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സംസം വെള്ളം കുടിക്കാത്തത്. കാരണം ഹറാമായ ബക്കറ്റും കയറും ആണെങ്കിൽ ഞാൻ കുടിച്ചത് ഹറാമാകും. സംസം വെള്ളത്തിന് പ്രത്യേകത ഇല്ലാഞ്ഞല്ല. നമ്മളിപ്പോ കല്യാണ പേരയിലൊക്കെ എന്നൊക്കെ നടത്തുന്ന കല്യാണങ്ങളുടെ അവസ്ഥ എന്താ? ഈ പറയുന്ന ഞാനടക്കം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്, അല്ലെ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കച്ചവടം ചെയ്ത് ലാഭം കിട്ടിയിട്ട് വലിയ പെര കയറ്റുക. എന്നിട്ട് ആ പെര കഴിഞ്ഞ് കുതിരിക്കൽ ആക്കുക. മകളെ കല്യാണം നമ്മളും സുഖമായി ഇരുന്നിട്ട് തിന്നുകയാണ്. ഈ പറയുന്ന ഞാനടക്കം. എത്ര ആളാണ് പലിശയിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ആരാളുള്ളത്? ഞങ്ങൾക്കറിയട്ടെ. നമ്മുടെ സാമ്പത്തിക ഇടപാടിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. മിക്ക സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. വാപ്പിമ്മി മരിച്ചു, ഓർക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടാവും. പക്ഷെ ആ ഹജ്ജ് മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി നിർബന്ധമായ ഹജ്ജ് ചെയ്യിപ്പിക്കാതെ സ്വത്ത് ഓഹരി വെച്ചിട്ട് സുഖമായി പെരുങ്കേറ്റി പാർക്കുക. ഞങ്ങൾക്കത് എളുപ്പം തിരിയാന് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും നാളെ തന്നെ തീരുമാനം എടുത്തോളി. അല്ലെങ്കിൽ ആ വളപ്പിൽ ആ വീട്ടിൽ വെച്ചുള്ള നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല.
മദനുസാഹിന്റെ മസല നജസിന്റെയും മൂത്രത്തിന്റെ ഒന്നും മസല പറയാണ്ട് സമാധാനം കിട്ടുന്നില്ല. ആദ്യം നമ്മൾ നിസ്കാരം സഹിയാക്കുന്നതിന് മുമ്പ് നമ്മൾ നിസ്കരിക്കുന്ന വളപ്പൊന്ന് ശുദ്ധിയാക്കാണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. സൈദാലിയാക്കാൻ ഉദാഹരണം വെക്കാണ്ട് കാരണോല് കുറച്ച് പ്രായമാണ്. സൈദാലിയാക്കാൻ മരിക്കുമ്പോ 10 സെന്റ് സ്ഥലം തീർന്നു കിട്ടും. എത്ര സെന്റ് സ്ഥലം ഉണ്ട്? അങ്ങനെ പറയും. മുഖം നോക്കിയപ്പോ അത് നിങ്ങൾക്ക് 10 സെന്റ് ഉണ്ട്. 10 സെന്റ് സ്ഥലം ഉണ്ട്. അതിലൊരു ഭാഗത്തെ ഒരു 3 സെന്റിൽ സൈദാലിയാക്ക ഒരു പെര കയറ്റിയിട്ടുണ്ട്. ഒരു ഉദാഹരണത്തം 3 സെന്റ് 4 സെന്റൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടൊക്കെ ഇന്നത്തെ കാലത്ത് കയറ്റാം. 3.5 സെന്റില് 1500 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ പ്ലാൻ ഞാൻ വരയ്ക്കാം. ഒരു കുഴപ്പമില്ല. ഒരു 3.5 സെന്റ് ഉണ്ടെങ്കിൽ നല്ലൊരു വീട് കയറ്റാം. അപ്പൊ സൈദാലിയാക്ക ഒരു 10 സെന്റില് എന്താക്കി, എന്റെ ഒരു മൂലയ്ക്ക് ഒരു 4 or 3 സെന്റിൽ ഒരു പെര കയറ്റി. ബാക്കി 6 സെന്റ് ഒഴിഞ്ഞു കിടക്കണമെന്ന്. അപ്പൊ ഒരാൾ ചോദിച്ച്, അല്ലെങ്കിൽ ഒരു 15 സെന്റ് കൂട്ടിക്കോളി, ഞങ്ങൾക്ക് എളുപ്പം ഒന്നും കൂടി ഇങ്ങനെ ഇഷ്കാല് തീരാൻ വേണ്ടി പറയും. ഒരു 15 സെന്റ് സ്ഥലമുണ്ട്. അതിൽ ഒരു 4, 5, 6, 7 സെന്റ് സ്ഥലത്ത് ഒരു പെര കയറ്റി. ഈ പെര കയറ്റി ബാക്കി 7 സെന്റ് ഒഴിഞ്ഞു കിടക്കുക. അവർ അയൽവാസി വന്നിട്ട് ചോദിച്ചു, സൈദാലിയാക്ക നിങ്ങൾ അതിനൊരു 3 സെന്റ് സ്ഥലം വിൽക്കും, ഞാൻ നിങ്ങൾക്കൊരു 4 ലക്ഷം ഉറുപ്പിക തരാം, എനിക്കൊരു വീട് കയറ്റാനാണ്. സൈദാലിയാക്ക പറഞ്ഞു, അത് ഞാൻ വിൽക്കൂല, ഒരു മകണ്ട്, ഓർക്ക് പെര കയറ്റാനുള്ള സ്ഥലമാണ്. അല്ലെ, ഇങ്ങനെയല്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്നു. അതിനപ്പൊ വിൽക്കൂല, എനിക്കൊരു മകണ്ട്, ആ മകന് പെര കയറ്റാനുള്ള സ്ഥലമാണ്. പക്ഷെ ആ സ്ഥലം വിറ്റാൽ സൈദാലിയാക്കാക്ക് ഹജ്ജിന് പോവാനുള്ള കാശ് കിട്ടിയില്ല. പക്ഷെ സൈദാലിയാക്ക ആ സ്ഥലം വിൽക്കാതെ മകന് പെര കയറ്റാൻ വേണ്ടി ആ സ്ഥലം കൊടുത്തു. ഹജ്ജ് ചെയ്യാതെ മരിച്ചു നിൽക്കുക. അള്ളാന്റെ അടുക്കല് ഹജ്ജ് ചെയ്യാത്ത കുറ്റക്കാരനാണ് ഈ സൈദാലിയാക്ക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എത്ര ആള് ശ്രദ്ധിക്കുന്ന ഒരു മക്കളെ. അപ്പൊ അങ്ങനെ ഒരു മകൻ വാപ്പാക്ക് ആവശ്യമുള്ള സ്ഥലം കഴിച്ച് ഹജ്ജിന് പോവാനുള്ള കാശ് ഈ സ്ഥലം വിറ്റാൽ കിട്ടുമെങ്കിൽ ആ സ്ഥലം വിറ്റ് ഹജ്ജിന് പോവൽ നിർബന്ധമായിരുന്നു വാപ്പാക്ക്. പക്ഷെ വാപ്പാക്കും മസ്അല അറിയാതെ വാപ്പത് ചെയ്തില്ല. മകൻ അവരെ വീട് കയറ്റി താമസിച്ചു എന്ന് വെക്കുക. മകൻ ഈ മസ്അല കേട്ട് ഇന്റെ വാപ്പാന്റെ ജീവിതകാലത്ത് ഈ സ്ഥലം വിറ്റിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്റെ വാപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ ആവശ്യമായ സംഖ്യ കിട്ടിയിരുന്നു. ഇന്റെ വാപ്പ അത് ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ട്. ആ മകന് ആ വളപ്പിൽ താമസിക്കൽ ഹറാമാണ്. കാരണം വാപ്പാക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമായ സ്വത്തിലാണ് ആര് താമസിക്കുന്നത്? ഈ മകൻ താമസിക്കുന്നത്. വാപ്പാക്ക് ഇപ്പൊ നമ്മളെ ഉദാഹരണത്തിൽ സൈദാലിയാക്കാക്ക് നിർബന്ധം ഹജ്ജ് ചെയ്യലായിരുന്നു. മകന് പെരയേറ്റാൻ സ്ഥലം കൊടുക്കൽ എന്തില്ല? സൈദാലിയാക്കാക്ക് നിർബന്ധമില്ല. ഹജ്ജൊക്കെ കഴിഞ്ഞ് ബാക്കി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മകനോട് പറയാ ആ സ്ഥലം ചോദിച്ചോ, എനിക്ക് വിരോധമില്ല. പക്ഷെ ഏതെങ്കിലും ചെറുപ്പക്കാരി മസ്തല കേൾക്കുന്നുണ്ടെങ്കിൽ അല്ല ചങ്ങായി 5 മസ്തല കൊണ്ട് വാപ്പാന്റെ 5 സെന്റ് കിട്ടലും കല്ലെത്തായി അതിന്റെ ഓട്ടോദാസന്റെ കാറ്റ് വയ്ക്കുന്നു പറയുന്നത്. ഞമ്മളെ ചെറുപ്പക്കാരില്ലാത്തോണ്ട് വ്യക്തമായി പറയാം. ഈ മകനോട് സൈദാലിയാക്ക പറയേണ്ടത് എന്തായിരുന്നു? എനിക്ക് പെര കയറ്റണമെങ്കിൽ ആ സ്ഥലം എടുത്തോ, എനിക്ക് ഹജ്ജിന് പോവാതെ കാശ് തരണം. പക്ഷെ നമ്മളെന്തേലും 20 സെന്റ് 25 സെന്റൊക്കെ വാപ്പാക്കുണ്ടാവും. വാപ്പത് വിറ്റിട്ട് ഹജ്ജിന് പോകാനുള്ള കാര്യമൊന്നും നോക്കിച്ചാ വാപ്പ മരിച്ചുപോയി. വാപ്പ മരിച്ച് 40 കഴിഞ്ഞ് എല്ലാവരും പാടെ സ്വത്ത് ഓരിച്ച് ചെലോലി സ്വത്ത് ഒന്നായിട്ട് അത് വിൽക്കും. എന്നിട്ട് 5 ലക്ഷം 3 ലക്ഷം ഓരിക്കും. വാപ്പാക്കും ഉമ്മാക്കും ഒരു ഹജ്ജ് നിർബന്ധമായിന്ന്. ഈ ഹജ്ജ് നിർബന്ധമായിന്ന് മക്കളെ വാപ്പാക്ക് അറിഞ്ഞിട്ടില്ല, മക്കളറിഞ്ഞു. മക്കളെ അറിഞ്ഞു ഇങ്ങനെയൊക്കെ ഇപ്പൊ സ്വത്ത് ഓരിച്ച പിന്നെ അങ്ങക്ക് എന്താ ഉണ്ടാവുക? വാപ്പാന്റെ നോക്കി വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോ ആ സ്വത്തിൽ നിർബന്ധമായ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാ ഇടപാടും തീർക്കണം. ചിലപ്പോ വാപ്പ 50 കൊല്ലം നോമ്പ് വെച്ചിട്ടുണ്ടാവില്ല, കൽപ്പിച്ചു കൂട്ടി റംസാനിലെ നോമ്പ് കളാക്കിയിട്ടുണ്ടാവും. എന്താ മസല? അതിന്റെ കണക്കെടുത്തിട്ട് എത്ര കൊല്ലം നോമ്പ് കളാ ആക്കി കാരണം കൂടാതെ പിന്തിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ മുദ്ദ്, എത്ര കൊല്ലത്തെ നോമ്പ് കളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുദ്ദൊക്കെ ഏകദേശം 50 കൊല്ലം ഒരാൾ നോമ്പ് കളാ നോച്ചിട്ടില്ല നോക്കുക. നമ്മളൊക്കെ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട്? നമ്മുടെ ഈ കൂട്ടത്തിൽ നിങ്ങളുടെ പല രക്ഷിതാക്കന്മാരും മരിച്ചിട്ടുണ്ട്. ആ മരിച്ചവരുടെ പലവർക്കും 50 കൊല്ലം 55 കൊല്ലം നോമ്പ് വെക്കാത്ത ആൾക്കാരുണ്ട്. ഓല് മരിച്ചു ഓലെ സ്വത്ത് ഓഹരി വെക്കുമ്പോ ആ വാപ്പ നോമ്പ് നോൽക്കാത്തതിന്റെ പേരിലുള്ള മുദ്ദ് കണക്കാക്കിയിട്ടാണ് കൊടുക്കണം.
ഒരു 50 കൊല്ലം നോമ്പോയിക്കാത്ത മനുഷ്യനാണെങ്കിൽ ഒരു 2 ലക്ഷം രൂപ അതിൽ കൊടുക്കണ്ടാവും. നിങ്ങൾ കണക്കൂട്ടി പോയിക്കോളി. ചിലപ്പം എത്രയും നോമ്പിന്റെ വാപ്പ് ഒഴിവാക്കിയെന്ന് അറിയില്ല. ഞാൻ ഇപ്പൊ ഒരു കൊപ്പം ഭാഗത്തൊരു സ്ഥലത്ത് ക്ലാസ്സിന് വന്നു. തല ഞാൻ പറഞ്ഞില്ല, കാരണം ആ വൈക്കെന്ന് വെച്ച പെൺകുട്ടികളും കെട്ടിക്കോ നിൽക്കണമെങ്കിൽ ഒരു എന്തായാലും മൊയ്യേ നമ്മളെ കുറ്റം പറഞ്ഞില്ല. തല ഞാൻ പറഞ്ഞില്ല. മക്കളെ രതിക്ക് 2 ഏക്കർ തെങ്ങുന്തോട്ടല്ല വാപ്പ മരിച്ചിരിക്കുന്നു. ഞാൻ രതിക്ക് മക്കളെ റംസാൻ മാസത്തിന് വിശദീകരിച്ച് ആ മക്കള് പറഞ്ഞ് ഞങ്ങളെ വാപ്പ നോമ്പ് വെച്ചിട്ടില്ല, അതിന് വാപ്പാന്റെ മുദ്ദ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ്. അതിന് ഉസ്താദൊന്ന് കണക്കൂട്ടിട്ടാണ് 50 കൊല്ലേ ഒരുപാട്. ഞാൻ പറഞ്ഞേ ഇന്റെ കാലിക്കുലേറ്ററില് 25 കൊല്ലത്തെ കണക്കേ കിട്ടുള്ളൂ. നിങ്ങളെ വാപ്പാനെ നോമ്പ് 50 കൊല്ലമായതുകൊണ്ട് അത് കിട്ടൂലെന്നാണ്. അത് കണക്കൂട്ടിയിട്ട് ഇപ്പോഴും കാര്യമില്ലേ. ഞമ്മക്കൊരു ചാക്ക അരി അതിന് തരികയാണെങ്കിൽ കണക്കൂട്ടിയതിന് കാര്യം, അത് തരൂലെന്ന് കാര്യമില്ല. ഞാൻ എന്റെ മേത്തിന് കഴിച്ചില്ലാക്കി. ചങ്ങരി ചുരുക്കി പറഞ്ഞാൽ ഒരു വാപ്പയ്ക്ക് വാപ്പ എത്ര കൊല്ലാന്ന് നോമ്പ് ഒഴിവാക്കിന്ന് മക്കൾക്ക് അറിയില്ല. അപ്പൊ മക്കൾ എന്ന് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ വാപ്പാന്റെ എത്ര കൊല്ലത്തെ നോമ്പ് കളാറുണ്ടാവുന്നു? ഇന്നെ കെട്ടിയതിന്റെ എന്റെ ഉദ്ദേശം എന്റെ വാപ്പ ഒറ്റ നോമ്പ് നോക്കിയിട്ടില്ല, അതിന്റെ മുമ്പത്തെ കണക്ക് കളി. ഇന്നെ കെട്ടിയതിന് ശേഷം ഒറ്റ നോമ്പ് എന്റെ വാപ്പ നോക്കിയിട്ടില്ല, അതിന്റെ മുമ്പത്തെ കണക്ക് എന്റെ കല്യാണമാണ്. ഇമ്മാതിരി മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ മരിച്ചിട്ട് ഈ മുദ്ദില്ല, ഹജ്ജില്ല, ഉംറയില്ല. എത്ര ആൾക്ക് വരെ ഉംറ നിർബന്ധമായി കിടക്കുന്നുണ്ട് ഇല്ലേ? ഒരു മെയിൻ വാതിൽ വിറ്റ ഉമ്മക്കോ അല കായ്ത്തു. അങ്ങനത്തെ വാതിൽ അന്തണം വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. നമ്മളിങ്ങനെ ദ്വാരിക്കുക, അള്ളാഹ് അതിനെ സ്വർഗത്തേക്ക് എബിനെത്താനാ. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ഉംറ നിർബന്ധമായ എത്ര ചെറുപ്പക്കാർ 75,000 മൊബൈല കീസയിലും വെച്ച് നടക്കുന്നു. ഒരു ഉംറ ചെയ്യാ 50,000 ഉറുപ്പ്യ വേണ്ട, അത് 15 ദിവസം നിൽക്കാനാ. എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കണം. ഞാൻ വളരെ വ്യക്തമായി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്താ കാരണം? ഒരു ഉംറ ചെയ്യാൻ അത്ര കാശൊന്നും വേണ്ട. രാവിലെ മക്കയിലെത്തി. ഞങ്ങൾക്കൊരു ഉദാഹരണം പറയാം. കരിപ്പൂരിൽ നിന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് കയറി 12 മണിക്ക് ജിദ്ദയിൽ വന്ന് 2 മണിയായപ്പോ മക്കയിലെത്തി. 1 മണിക്കൂർ മതി ഒരു ഉംറ ചെയ്യാൻ. ആ ഉംറ ചെയ്ത് രാത്രി 10 മണിക്കന്നെ ജിദ്ദയിന് ഫ്ലൈറ്റും കയറി പിറ്റേ ദിവസം കരിപ്പൂരിൽ വന്നിറങ്ങി. ഒരു ഉംറ ചെയ്യാൻ ആകെ 1.5 ദിവസം മതി. അതിന് ഇത്ര കായൊന്നും വേണ്ട. പിന്നെ 15 ദിവസം ഒരു മാസമൊക്കെ നിൽക്കാനാണ് 40,000 75,000. നിങ്ങൾക്കറിയോ നമ്മുടെ ചെറുപ്പക്കാരി നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താ? ഒരു ഉംറ പോലും ചെയ്യാത്ത ചെറുപ്പക്കാരാണ് കല്യാണത്തിന്റെ തലേ ദിവസം ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നത്. ബാംഗ്ലൂരിൽ പോയിട്ടാണ് ഒരു പുതുനാരിയായി ചമയുന്ന പെൺകുട്ടിക്ക് ഒരു 10 മണി മുതൽ ഉച്ചവരെ പുതിയാപ്പലന്റെ വീട്ടുകാർ കൊണ്ടുവരുന്ന വസ്ത്രം കൊണ്ടുവരുന്നത് വരെ ഒരു 2 മണിക്കൂർ ധരിക്കാനുള്ള ഒരു ജുലിദാറിന്റെ വിലയാണ് 30,000 രൂപ. പാപ്പ മരിച്ചിട്ട് മുദ്ദ് പോലും കൊടുക്കാതെ സ്വത്ത് ഓഹരി വെച്ചിട്ട് കിക്ക് ബാംഗ്ലൂർ പോയിട്ട് ഗ്രാനൈറ്റ് കൊണ്ടുവന്നിട്ട് നിലത്ത് വിരിക്കുക. ആ നിലത്ത് വിരിച്ചിട്ട് അതിൽ നിൽക്കാൻ നിൽക്കാനും സഹിയായിട്ടുണ്ടാവും. ആഗ്രഹത്തിലേക്ക് കൂലിത്തൂലാന്നപ്പോ ഞാൻ പറഞ്ഞത്. എല്ലാരും മനസ്സിലാക്കേണ്ടതാ. അതുകൊണ്ട് അവനവന്റെ സാമ്പത്തിക ശുദ്ധിയുടെ കാര്യത്തില് നമ്മൾ ഒരുപാട് മസല പറഞ്ഞ് ആ മസലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം ഇന്റെ ഭർത്താവിന്റെ വാപ്പാക്ക്, നമ്മുടെ ഭാഷയിൽ അമ്മോശം കാക്കാക്ക് ഹജ്ജ് നിർബന്ധമായ പൈസ, ആ പൈസ എന്റെ അമ്മോശം കാക്കാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യിപ്പിക്കാതെ ആ പൈസ കൊണ്ടാണ് എന്റെ ഭർത്താവ് വീട് കയറ്റിയിട്ടുള്ളത്. ഞാൻ ആ വീട്ടിൽ നിന്നിട്ടാലോ നിസ്കരിക്കുന്നത്? ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഈ ക്ലാസ്സിൽ വന്ന സഹോദരിമാരോട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്നു, നാളെ ആഖിറം നിങ്ങൾക്ക് രക്ഷപ്പെടണോ? നിങ്ങളുടെ ഭർത്താവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നിലംപണി നടത്തുകയാണെങ്കിൽ, പ്രിയപ്പെട്ട ഭർത്താവേ, നമ്മുടെ കയ്യിൽ സ്വന്തം കാശുണ്ടാവുമ്പോ നമുക്ക് നിലംപണി എടുക്കാം. ബാങ്കിലെ ഹറാമായ പൈസ കൊണ്ട് ഈ നിലംപണിയെടുത്ത് ഞാൻ അതിൽ നിന്ന് നിസ്കരിച്ചാൽ എന്റെ ആഖിറത്തിൽ ഈ നിസ്കാരത്തിന് പ്രതിഫലമില്ല എന്ന് പറയാനുള്ള തന്റേതം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത സഹോദരിമാർക്ക് അള്ളാഹു നൽകുമാറാണ്. അതിന് ആമി വരുന്നില്ലല്ലോ. അതിന് ആമി വന്ന ഓൽക്കും കുറച്ച് വിഷമം. അങ്ങേ പേരയിൽ ഗ്രാനൈറ്റ് ഇട്ടിട്ട് എന്റെ പേരയില് കാവ്യത് തുണിയച്ചിട്ട മാതിരിയല്ലേ. നിങ്ങൾ എന്റെ പേരയിലൊന്ന് വന്നു നോക്കി. 1 നമ്പർ കാവ്യ. എത്ര മനുഷ്യന്മാരാ പേരയിൽ കയറി ഇറങ്ങുന്നു. ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇബാദത്ത് സഹിയാവണം.
നമ്മൾ കൊലീടെ പറന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മളിങ്ങനെ കുറെ വീടിന് ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ അമലുകൾ മഖ്ബൂലാവണം. അമല് മഖ്ബൂലാവണമെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലം ഹലാലായ മുതൽ കൊണ്ടാവണം. അതുകൊണ്ട് വീട് പണി ഈ ബാങ്കിൽ നിന്ന് പലിശക്കരുത്ത് ഞങ്ങൾക്കൊരു ഒന്നും കൂടി പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്ക് ദിർഹമിനെ കാണാം. റസൂലുള്ളാഹിന്റെ കാലത്ത് ദിർഹമും ദീനാറും അല്ലേ? റസൂലുള്ള പറയാണ് എന്ത് ഹറാമായ പലിശയാണെന്നറിഞ്ഞിട്ട് ഒരു ദിർഹം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രൂപ ഉപയോഗിക്കല് 36 പെണ്ണുങ്ങളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവം. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നാട്ടിലെ ആചാരത്തിന് വേണ്ടി പന്നാച്ചികളേക്കെന്ന് പലിശക്ക് വാങ്ങി പണ്ടം പണയം വെച്ചിട്ട് എന്തെല്ലാം മാമൂലുകൾ നമ്മൾ നടത്തുന്നുണ്ട്. തനിച്ച ഹറാമാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് ഈ വിഷയത്തില് പല ഭർത്താക്കന്മാരും ലോണുമായി ബന്ധപ്പെടാൻ ഒരു പരിധിവരെ കാരണം സ്ത്രീകളാണ്. എന്താ? ഭർത്താവിന്റെ ഒക്കെ പൈസ ഇല്ല. ഭാര്യ പ്രസവിച്ചു, മുടി കളിച്ചുണ്ടെന്ന് പോറ്റി നടക്കാൻ ഭർത്താവിന്റെ ഒക്കെ പൈസ ഇല്ല. ഈ ഭർത്താവിനോട് ഭാര്യ പറയേണ്ടതെന്താ? പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, കടം വാങ്ങിയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ പണ്ടം പണയം വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ പല സ്ത്രീകൾ എന്താ പറഞ്ഞത്? ഇന്റെ ജ്യേഷ്ഠത്തി പ്രസവിച്ചപ്പോ പോത്തിനകത്തേക്കണ്, ഇന്റെ കുടുംബത്തിലെ എല്ലാരും പ്രസവിച്ചപ്പോ പോത്തിനകത്തേക്കണ്, ഇനിയിപ്പോ നിന്റെ പ്രസവത്തിനായിട്ട് പോത്തിനെ നടക്കാതിരിക്കുമ്പോ നിക്കൊല്ലൊരു മാനക്കത്, നിങ്ങൾക്ക് പറ്റെങ്കിൽ ഈ പണിക്ക് നിൽക്കണമെന്നൊക്കെ ചോദിച്ചു. കാരണം ഇവളെ കുടുംബത്തിലെ എല്ലാരും പോത്തിനകത്തേക്കണ്. പോത്തിനെങ്ങനെ ആപ്പേലിങ്ങനെ മൈരിപ്പിന്റെ നേരത്തെ കൊണ്ടുവരില്ല. ചില പോത്തുകളേറ്റ് ചില പോത്തുകൾ ഇങ്ങനെ പോകുന്നത് കാണണ്ടേ? പോരാത്ത ഇങ്ങനെ ഒപ്പി തിന്നാൻ തോന്നും ആ പോത്തിന്റെ മേൽ. അത്രയിങ്ങനെ. കാരണം എന്താ? എങ്ങനത്താ പോത്ത്? അത് ആചാര മുടിയാഴ്ചെന്നുള്ള പോത്താ. ആചാര വീട്ടിൽ ഇത് പറയണം. അതിനിങ്ങനെ മൈരിപ്പിന്റെ നേരത്താണ് ആപ്പേല് കൊണ്ടുവരുന്നത്. ഇവളൊക്കെ ഒരു പോത്തുകൾ എന്നല്ലാതെ കുറെ പോത്തുകൾ ഈ പോത്തിനേറ്റ് പിന്നെ പിറ്റേ ദിവസം രാവിലെ അറക്കാൻ പോവുക. ഒക്കെയും പോത്തുകൾ തന്നെ. അത് സംശയമില്ല. ഇസ്ലാമികമായ മസ്ല യോജിക്കാതെ ഹറാമായ പലിശക്ക് പൈസ വാങ്ങിയിട്ട് നാട്ടുകാരെ മുഴുവൻ ഹറാമ് തേച്ചിപ്പിക്കുക. അല്ലെങ്കിൽ പലിശക്ക് പണയം വെച്ചിട്ട് പോത്തിനെ വാങ്ങിച്ചറത്താൽ ആ പോത്തിനെ തിന്നുന്നോലൊക്കെ ഹറാമാണ് തിന്നുന്നത്. ഈ വീട്ടുകാർ, ഈ പോത്തിനർത്ഥ വീട്ടുകാര് ഈ മാംസം മുഴുവൻ ആൾക്കാരെ കൊണ്ട് ഹറാമാണ് തീറ്റിപ്പിച്ചത്. ഈ സഹോദരി പറയുന്നുണ്ട്, എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും മുതിയാൽ ചെന്ന് പോത്തിനറക്കുന്നുണ്ട്, നിന്റെ മുതിയാൽ ചെന്ന് നിൽക്കുന്നൊരു മാനക്കത് നിങ്ങൾ തൽക്കാലം ചെയ്യുന്നെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഒരു ചെറിയ മൂലിക്കുട്ടിനെങ്കിലും വാങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ പറയുന്നത് മിക്ക സഹോദരിമാരാണ് പല ഭർത്താക്കന്മാരെയും ഈ ഹറാമിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങളെ കൽവിൽ കേറുന്നുണ്ടെങ്കിൽ ഞാൻ നാലാമതായി നിങ്ങളെ ബോധ്യപ്പെടുത്തിയത് അമലു സ്വഹീഹായി എന്നതിന്റെ പേരിൽ അമല് മഖ്ബൂലാവൂല. അമല് മഖ്ബൂലാവണമെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലം അനുവദിച്ച ഹലാലായ മുതൽ കൊണ്ടാവണം. നമ്മളെ നിസ്കരിക്കുന്ന വസ്ത്രം അല്ലേ എത്രയാണ് അറിയാതെ ഹറാമ് വരുന്നത്? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഞാൻ അല്പത് വിശദീകരിക്കാം. നോക്കിങ്ങള്, ജ്വല്ലറിയിൽ നിന്ന് ആഭരണം കടം വാങ്ങല് ഹറാമാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട് ഈ സദസ്സിൽ? കുടുങ്ങി. ജ്വല്ലറിയിൽ നിന്ന് ആഭരണം കടം വാങ്ങല് പലിശയാണ്, ഹറാമാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ പറഞ്ഞത് 5 5 10 9 മുക്കാലും 10 കാലും കറക്റ്റാന്നുള്ള വയനാക്ക്. ജ്വല്ലറിയിൽ നിന്ന് ആഭരണം കടം വാങ്ങല് പലിശയാണ്. അത് വിശദീകരിക്കാൻ ഒരു 10 മിനിറ്റ്. എന്താ മൊയ്ലിയപ്പോ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളെല്ലാരും ജ്വല്ലറിന്ന് എന്താ ചെയ്യുന്നത്? മൂത്തച്ചി പ്രസവിച്ച് കിടക്കുക, ഈ ഇളയച്ചിക്ക് എന്തെങ്കിലും ഒരു മോതിരം കൊടുക്കണം. പുതിയാപ്പലക്ക് വിളിക്കുക, എന്ത് വിളിച്ചിട്ട് പറയാ എല്ലാവരും ഇഷ്ടം കൊടുക്കുക, ഞാനും എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. ഇതെന്ത് ചെയ്യും? അപ്പൊ പുതിയാപ്പല ഗൾഫിൽ നിന്ന് വിളിച്ച് ഈ അംസാക്കാരെ ജ്വല്ലറി പോയിട്ട് തൽക്കാലം 2 ഗ്രാമിന്റെ മോതിരം വാങ്ങിക്കോ. ഈ മോതിരം ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കടം വാങ്ങല് അതിൽ പലിശ വരും. ഈ ഹറാമായ മുതലാണ് ഈ കുട്ടിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നത്. എത്ര ആൾ ശ്രദ്ധിക്കുന്നുണ്ട്? 40 എന്ന പണ്ടം കെട്ടിയില്ലെങ്കിൽ എന്തോ ഒരു ബേജാറ്.
ഈ കുറ്റി എങ്ങോട്ടെങ്കിലും നീച്ചുവോ? കായില്ല കാലത്ത് കെട്ടിയ പോലെ 90 ഉള്ളിൽ ഒരു കുറ്റിക്ക് ആഭരണം കെട്ടണമെന്ന് വലിച്ച മസലുണ്ടോ? ഏതോ പെൺകുട്ടികൾക്ക് കാതുകുത്തൽ ഹറാമാണെന്ന് വരെ ഫുഖഹാക്കൾക്ക് അഭിപ്രായമുണ്ട്. ജായിസാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം. ചെറിയ കുട്ടികളുടെ കാതുകുത്തൽ ഹറാമാനത് വേദനിപ്പിക്കലാണ്. ഈ അഭിപ്രായമുള്ള ഒരു വിഷയത്തിനാണ് ഹറാമായ നിലയ്ക്ക് ജ്വല്ലരിയിൽ നിന്ന് കടം വാങ്ങിയിട്ട് തന്റെ കുട്ടികൾക്ക് ആഭരണം ധരിപ്പിക്കുന്നത്. എന്താ നാട്ടിലെ മാമൂല? 40 അന്ന് ബന്ധം കെട്ടണം, ഗതി കാശില്ല, തൽക്കാലം ജ്വല്ലരിയിൽ നിന്ന് പൈസ കടം വാങ്ങുക, 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുക്ക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ മസല പറയട്ടെ, ആ 2 ആഴ്ച കഴിഞ്ഞിട്ട് പൈസ വരുമ്പോ ഗതി കാശ് നിങ്ങളത് ആഭരണം വാങ്ങിക്കാൻ ഹറാമെന്ന് കഴിച്ചില്ലോ. വെറുതെ ഈ ഹറാമായ രൂപത്തിൽ കച്ചവടം നടത്തിയിട്ട് അവനവന്റെ മക്കളെ ദേഹത്ത് ധരിപ്പിക്കണ്ട. എന്റെ ക്ലാസ് കേൾക്കുന്ന ആർക്കെങ്കിലും സംശയങ്ങൾ പലതും ഇവിടെ വന്നേക്കാം. കൂട്ടത്തിൽ ഒരു ചെറിയ സൂചന നൽകാൻ വിശദീകരണയ്ക്ക് നമുക്ക് വേണമെങ്കിൽ പിന്നീട് പറയാം. ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞ് പൂർത്തീകരിച്ച് പറയാനൊന്നും 2 ആഴ്ച കൂടുമ്പോൾ ക്ലാസ് ഒന്നും നടക്കൂല. ഇന്ന് മിക്ക പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒരു പുതിയ ആഭരണം വാങ്ങാൻ കമ്പുണ്ടാവും, പഴയത് പോലെ പെരയിലുണ്ടാവും, പൊറ്റിയതും ഞെരുങ്ങിയതൊക്കെ. ഇതെല്ലാം പാടെടുക്കും, ജ്വല്ലറി ചെല്ലും, തൂക്കിച്ചു. അതെന്ത്? ഇത് പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുക? ഇല്ലേ? ഇല്ലാന്ന് മതി. എല്ലാത്തും പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം കച്ചവടം നടത്തുമ്പോ 3 നിബന്ധന പാലിക്കണം. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോ 3 ഷർത്തുകൾ പാലിച്ചിട്ടില്ലെങ്കിൽ അവിടെ പലിശ വരും. പലിശ വരാതിരിക്കാൻ ഒരു മാർഗം എന്താണെന്ന് നിങ്ങള് ആ പഴയ സ്വർണം വിറ്റത് കാശാക്കുക, ആ കാശ് ഇങ്ങോട്ട് വാങ്ങുക. എന്നിട്ട് നമ്മൾ എന്താക്കുക? ആ കാശ് കൊണ്ട് പുതിയ സ്വർണം വാങ്ങുക. അല്ലാതെ പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം ഗ്രാമ കണക്കാക്കിയിട്ടുള്ള ചേഞ്ചിങ്ങിൽ പലിശ വന്നു പോകും. നമ്മുടെ ശരീരത്തിൽ മസലറിയാതെ ഞാൻ എന്റെ പഴയ ആഭരണങ്ങൾ കൊടുത്തിട്ടാണ് പുതിയ ഒരു ചെയിന് വാങ്ങി കൗട്ടിലിട്ടത്. പക്ഷെ എനിക്ക് പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ അതിലുള്ള എന്തറിയില്ല, എനിക്കറിയില്ല. ഹറാമായ രൂപത്തിലാണ് ഈ പുതിയ ചെയിന് എന്റെ കവിറ്റിൽ കിടക്കുന്നത്. ഈ ചെയിനിട്ടിട്ടാണ് ഞാൻ അല്ലാഹു അക്ബർ പറയുന്നത്. ഹറാമായ മുതലുപയോഗിച്ചിട്ടാണ് ഞാൻ ഈ നിസ്കരിക്കുന്നത്. എന്റെ നിസ്കാരം മഖബൂലല്ലാന്ന് പലപ്പോഴും പല സ്ത്രീകളും അറിയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല ഇഷ്കാലുകളും വന്നേക്കാം. ഇൻഷാ അല്ലാഹ് തുടർ ക്ലാസുകളിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഇഷ്കാലും തീരും. അതുകൊണ്ട് 4ാമതായി നിങ്ങൾക്ക് ഗൗരവത്തിൽ പഠിക്കേണ്ടത് അമല് സഹീഹായതിന്റെ പേരിൽ ആ അമല് മഖബൂലായിക്കോളണമെന്നില്ല. അമല് മഖബൂലാവണമെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം, നമ്മുടെ സ്ഥലം, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. പക്ഷേ സാമ്പത്തികമായ ഇടപാടിലുള്ള വിശുദ്ധി പലവരും അറിയാതെ പലപ്പോഴും വാപ്പാക്ക് ഹജ്ജ് നിർബന്ധമായ സ്വത്ത് കൊണ്ടാണ് മകൻ പെരകേറ്റിയിട്ടുള്ളത്. വാപ്പ നോമ്പ് നോക്കാതെ മുദ്ദ് കൊടുക്കൽ നിർബന്ധമായ സ്വത്തില് വാപ്പാന്റെ മുദ്ദ് കൊടുക്കാതെ ആ സ്വത്ത് കൊണ്ടാണ് മോൻ പെരകേറ്റിയിട്ടുള്ളത്. അങ്ങനത്തെ അവകാശമില്ലാത്ത മുതലുപയോഗിച്ച് കയറ്റിയ വീട്ടിലാണ് നമ്മളൊക്കെയും പലപ്പോഴും നിസ്കരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്താ മൊയ്ലിയെ ഇപ്പൊ ഞങ്ങളെ പെരിങ്കുടിയൊക്കെ ഇഞ്ഞ് കാറ്റ്, അതൊക്കെ നിങ്ങൾ കുടുംബക്കാരെ വിളിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമുക്ക് പറയാനേ അവകാശമുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇതിന്റെ ഈ ഒരു ഭാഗം കുറച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടി വിശദീകരിക്കും. ഒരുപാട് മാറ്റം വരും. എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷം ലഭിച്ച ചില മസലകൾ സാധുവായി ഞാൻ ഓൺലൈനിലേക്ക് ഈ മസല പറഞ്ഞപ്പോ എത്രയോ ആളുകൾ എനിക്ക് വിളിച്ചു. ഉസ്താദേ, അറിയാത്തത് കൊണ്ട് ഞങ്ങൾ അടുക്കൽ നിന്ന് സംഭവിച്ചതാ. ഈ നിലക്കാണെങ്കിൽ ഞങ്ങളുടെ വാപ്പൊരു ഹജ്ജ് നിർബന്ധമായിട്ടാ മത്സ്യത്തുള്ളത്, ഞങ്ങളെ ഉമ്മ ഹജ്ജ് നിർബന്ധമായിട്ടാ മത്സ്യത്തുള്ളത്. പക്ഷേ ഞങ്ങൾ ഉമ്മാക്ക് ഹജ്ജ് ചെയ്യാതെയാണ് ഞങ്ങൾ സ്വത്ത് ഓഹരി വെച്ചത് എന്നൊക്കെയും പറഞ്ഞ ഒരുപാട് ശ്രോതാക്കളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും നൽകട്ടെ. ഒരുപാട് മുദ്ദിന്റെ നോമ്പ് നിർബന്ധമായ വ്യക്തികൾ നോമ്പ് നോക്കാതെ മുദ്ദും കൊടുക്കാതെ മരിച്ചുപോയി. അവരുടെ സ്വത്തും ഓഹരി വെച്ച പല മക്കളും സ്വത്ത് വാപ്പാന്റെ മുദ്ദക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളൊരു വീട് കയറ്റുമ്പോ നമ്മളെ നിസ്കാരം നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഖ്ബൂലാവണം.
കുറെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് അങ്ങനത്തെ ഭംഗി കൂട്ടി നമ്മളതിൽ നിസ്കരിച്ചത് കൊണ്ടൊന്നും ആഹ്റം നമുക്ക് രക്ഷപ്പെടൂല. പലപ്പോഴും നമ്മുടെ വീട് പലിശയിൽ മുങ്ങിപ്പൊലിച്ചതായിരിക്കും. നമ്മുടെ ആഭരണങ്ങൾ പലിശ മുതൽ കൊണ്ടായിരിക്കും. ജ്വല്ലറിയിൽ നിന്ന് ആഭരണം കടം വാങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് മസല. ഉസ്താദെ പെൺകുട്ടിനെ കെട്ടിക്കുമ്പോ എന്താ കാട്ടുക? അതിന്റെ ഒറ്റ മക്കളും നാട്ടിലേക്കെന്നെ ആരേക്കെന്നെങ്കിൽ 2 ലക്ഷം രൂപ കാശ് കടം വാങ്ങുക. ആ രതി കാശിച്ച് ജ്വല്ലറി പോയിട്ട് ആഭരണം വാങ്ങുക. അല്ലെങ്കിൽ ജ്വല്ലറിക്കാരൻ മുതലാളിയോട് പറയാ, എനിക്കൊരു 3 ലക്ഷത്തിന്റെ ആഭരണം വേണം, അതുകൊണ്ട് ആഭരണം കടം വാങ്ങാൻ പറ്റൂല, അങ്ങനെ ഒരു 3 ലക്ഷം രൂപ കടം കാട്ടി ആ പൈസ 3 ലക്ഷം രൂപ ജ്വല്ലറിക്കാരൻ്റെക്കെന്ന് പൈസയായിട്ട് കടം വാങ്ങുക. എന്നിട്ട് ഈ പൈസ കൊണ്ട് റെഡി കാശിന് സ്വർണം വാങ്ങുക. ചിലപ്പം ജ്വല്ലറിക്കാരൻ പറയാം, അന്റെ മാല വാങ്ങിച്ച് കെട്ടിച്ചാൽ മതി. അത് വേറെ കാര്യം. ഇതിപ്പോ അങ്ങനെ പലിശക്കും വരും നോക്കിയിട്ട് അന്റെ മാല വാങ്ങി കെട്ടിച്ചാൽ മതി. ആഭരണം വാങ്ങി കടം കൊണ്ടേക്ക് എനിക്ക് പൈസ ആദ്യം കടം തരിക, എന്നിട്ട് ഈ പൈസക്ക് ഞാൻ ആഭരണം റെഡി കാശിന് തരിക. ഞാൻ അങ്ങനത്തെ കിതാബൊന്നും ഓടിയിട്ടില്ല എന്ന് പറയും. മസ്തലല്ലത് അങ്ങനെ തന്നെ. അപ്പൊ നോക്കൂ ഇഷ്കാരി എന്താ ഉസ്താദെ ഇപ്പൊ ഈ ജ്വല്ലറി നമ്മള് പഞ്ചസാരയും ചായപ്പോഴേക്കും കടം വാങ്ങുന്നില്ലേ, കാറ് കടം വാങ്ങുന്നില്ലേ, തേങ്ങ കടം വാങ്ങുന്നില്ലേ? അവരൊക്കെ ഒരു വ്യത്യാസമുണ്ട്. സ്വർണം തമ്മിൽ കച്ചവടം നടത്തുമ്പോ, സ്വർണം പൈസക്ക് പകരം കച്ചവടം നടത്തുമ്പോ ഈ നിബന്ധന വന്നില്ലെങ്കിൽ, പാലിച്ചില്ലെങ്കിൽ പലിശ വരും. അത് പഠിക്കേണ്ട മസ്തലെ. നമ്മുടെ നിസ്കാരം സഹീഹാവാനുള്ള മസ്തല പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ സ്വത്ത് ഹലാലാണെന്ന് നമ്മൾ തീരുമാനത്തിലെത്തണം. ഇനി 5-ാമതായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരൊറ്റ കാര്യം കൂടി ഉണർത്തട്ടെ. പഠിക്കൽ നിർബന്ധമായ കാര്യം ലജ്ജ കൂടാതെ ചോദിച്ചു പഠിക്കാനുള്ള ഒരു തന്റേടമുണ്ടാവുക. അത് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഞാൻ അതുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. ഞാൻ മദൻ ഉസ്താദ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യത്തിൽ വന്നിട്ട് ഒന്നുകൊണ്ട് പറയാൻ മനസ്സിലായി എല്ലാം പറയാം. അതൊക്കെ നമുക്ക് പറയാൻ കിടക്കുന്നുള്ളൂ. ഇതൊരു ഈ പ്രധാനപ്പെട്ട ചില പൊതു കാര്യങ്ങള് നമ്മുടെ ഖൽബിൽ ബോധം വേണം. ഞാൻ പറയട്ടെ, മഹരിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല എന്ന് വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വരിക. എന്നിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്. അല്ലാഹുവേ, ഹക്കിനെ തൊട്ട് അല്ലാഹു തആല ലജ്ജിക്കില്ലല്ലോ എന്നൊരു വാക്ക് മുൻകൂറായി പറഞ്ഞു ഉമ്മു സുലൈം. നല്ല ശ്രദ്ധിക്കണം സഹോദരിമാർ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കല് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ എന്നിട്ട് പറയാ, ഹക്കിനെ തൊട്ട് അല്ലാഹു തആല ലജ്ജിക്കില്ലല്ലോ. എന്നിട്ട് മഹരിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയങ്ങള്? ഒരു പെണ്ണിന് സ്ഖലനമുണ്ടായാൽ ആ പെണ്ണിന് കുലി നിർബന്ധം. ഇത് പറയുമ്പോ പല സഹോദരിമാർക്കും ഒരുപാട് ഇഷ്കാലുകൾ വന്നേക്കാം. ഒരു പുരുഷന് സ്വപ്നസ്ഖലനമുണ്ടാകും പോലെ ഒരു പെണ്ണിന് സ്വപ്നസ്ഖലനമുണ്ടാവാം. ഞാൻ ഈ ഒരു മസാല പല സ്ഥലങ്ങളിലും പറഞ്ഞപ്പോ ഒരുപാട് സഹോദരിമാർ എന്നെ വിവരറിയിച്ചൊരു കാര്യമുണ്ട്. ഉസ്താദെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് പല സമയത്തും കുലി നിർബന്ധമായിട്ടുണ്ടാവും. പക്ഷെ ഇത് കുലി നിർബന്ധമാണെന്ന് അറിയാതെ പലപ്പോഴും ഞങ്ങൾ കുലിക്കാതെ സുബഹി നിസ്കരിച്ചിട്ടുണ്ട്. അതായത് പുരുഷന്മാർക്ക് സ്വപ്നസ്ഖലനം ഉണ്ടാകും പോലെ ഒരു പെണ്ണിന് സ്വപ്നസ്ഖലനം ഉണ്ടാവാം, യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ആ ഒരു പെണ്ണിന് സ്ഖലനമുണ്ടാകുമ്പോൾ അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? എത്ര ആൾക്ക് ലജ്ജ ഉണ്ടാവും? ഞാൻ ഈ സദസ്സിൽ പറയുമ്പോൾ ഇന്നൊക്കെ തോന്നും ആ പറയലി മൊയ്ലേരെ. അതുകൊണ്ടാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ് എന്നുള്ള ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വാക്ക് വിശദീകരിച്ചു പറയുന്നുണ്ട്. എന്തിനാണ് റസൂലുള്ളാഹിനോട് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു ഈ വാക്ക് ഉപയോഗിച്ചത്? പൊതുവിൽ ചോദിക്കാനും പറയാനും ലജ്ജയുള്ള ഒരു മസലയാണ്. അപ്പോഴൊരു ഉദൽ ബോധിപ്പിക്കാൻ, ഒരു കാരണം ബോധിപ്പിക്കുകയാണ് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. റബ്ബെ, പഠിക്കേണ്ടത് പഠിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ലജ്ജ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ലജ്ജ വിചാരിച്ചാൽ കാര്യങ്ങൾ പതിയില്ലല്ലോ. അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തും കൊണ്ട് തന്നെയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടാകുമോ നബിയെ? ഇഹ്തിലാമു സ്ഖലനം ഉണ്ടാകുമോ? അപ്പൊ അത് കാരണം കുലി നിർബന്ധമാകുമോ?
ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നഅം അതേ കുലി നിർബന്ധമാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും, നമുക്ക് കുലിയിലേക്കും ഒളുയിലേക്കും കടക്കാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് വ്യക്തമായി കുലിയുടെയും ഒളുവിന്റെയും മസലകളായി ഒന്ന് സൂചിപ്പിക്കാം. പൂവാനിക്കുന്നിൽ ആകെ ചർച്ചയായിട്ടുണ്ട്. അത് ഉണ്ണിയമ്പിലാക്കൽ ചർച്ച ആവുമല്ലേ നമുക്ക് നോക്കാം. ഇന്നും ഒരു പല സഹോദരിമാരും വിളിച്ചു, ഉസ്താദേ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറഞ്ഞു. ലജ്ജണ്ട്. പക്ഷെ ഈ ഹദീസൊക്കെ വിശദീകരിച്ചിട്ട് ഈ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വാക്ക് വിശദീകരിച്ചിട്ട് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്തിനാണ് ഈ ഉമ്മു സുലൈം ഈ ഒരു വാക്ക് ഉപയോഗിച്ചത്? കാരണം പൊതുവില് പറയാൻ ലജ്ജയുള്ള ചില മസാലകളുണ്ട്. പക്ഷേ പറയാതിരുന്നാൽ, ചോദിക്കാതിരുന്നാൽ ദീൻ പതിയില്ല. ഞാൻ പറയട്ടെ, പല സഹോദരിമാർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾ രാത്രി സമയത്ത് ഭർത്താവുമായി ശാരീരികമായി ബന്ധപ്പെട്ടു. ഒരുപാട് പെണ്ണുങ്ങൾക്കുള്ള വിഷയം. അങ്ങനെ അവര് സുബൈക്ക് എഴുന്നേറ്റു, മൂത്രമൊഴിച്ചു, കുളിച്ചു, സുബൈ നിസ്കരിച്ചു. സുബൈ നിസ്കാരം കഴിഞ്ഞ് പിന്നെ മൂത്രമൊഴിക്കാൻ പോകുമ്പോ ഭർത്താവിന്റെ മനിയ് പലപ്പോഴും സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്തിലൂടെ വീണ്ടും വരുന്നു. ഇല്ലേ? പല്ലവർക്കുള്ള ഒരു വിഷയം. അത് ചിലപ്പം ഈ സദസ്സിലുള്ള പല സഹോദരിമാർക്കും ആവശ്യമുള്ള ഒരു മസലയായിരിക്കും. ചപ്പയിലേക്ക് കടക്കുന്നില്ല. അതിന് 9 മണിന്റെ മുന്നേ ക്ലാസ് നിർത്തേണ്ടതുണ്ട്. ഞാനിത് പൂവാനിക്കുന്നിലായാലും എവിടെ പറയുമ്പോൾ നിങ്ങൾക്കറിയോ, ഈ ഒരു മസല ഞാൻ ഓൺലൈൻ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടുണ്ട്. ശാരീരികമായി ഭർത്താവുമായി ബന്ധപ്പെട്ട് കുളിച്ചതിനു ശേഷം ഒരു സ്ത്രീയിൽ നിന്ന് വീണ്ടും ഭർത്താവിന്റെ മനിയ് പോന്നാൽ ആ പെണ്ണിന് കുലി നിർബന്ധമാകുമോ ഇല്ലേ എന്നുള്ള ഒരു മസല ഞാൻ KMIC-യിൽ പറഞ്ഞത് യൂട്യൂബിലിട്ട് 48,000 ആൾക്കാർ ആ ക്ലാസ് കേട്ട് നന്ദി രേഖപ്പെടുത്തി. ഒരാൾക്കും രണ്ടാൾക്കുള്ള വിഷയമല്ല. ഞാൻ ഈ 5-മതായി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംശയമുള്ളത് നേരിട്ട് ചോദിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ അഡ്രസ് എഴുതണ്ട, ഫോൺ നമ്പർ എഴുതണ്ട. നിങ്ങളുടെ സംശയങ്ങൾ വ്യക്തമായ ഒരു വെള്ളക്കടലാസിൽ എഴുതിയിട്ട് നിങ്ങൾ ഈ മേശപ്പുറത്ത് ആരാണ് ഈ എഴുത്ത് കൊടുത്തയച്ചത് നിങ്ങൾ അറിയാത്ത രൂപത്തിൽ മേശപ്പുറത്ത് വെക്കും. പഠിക്കുക. ഞാൻ എങ്ങനെ ഇത് ചോദിക്കുക? ഞാൻ എങ്ങനെ ഇത് പഠിക്കാതിരിക്കുക? ഞാൻ പറയട്ടെ, അസ്ഥിയുരുക്കം എന്ന് പറയുന്ന രോഗമില്ലാത്ത, അല്ലെങ്കിൽ പൊടിപോക്കെന്ന് പറയുന്ന രോഗമില്ലാത്ത സഹോദരിമാര് വളരെ വിരളമാണ്. ആ സമയത്തൊരു പെണ്ണ് നിസ്കരിക്കണം, അല്ലെങ്കിൽ അത് വസ്ത്രത്തിലോ കാലിന്റെ തൊടയിലോ ആയാല് ആ നിസ്കാരം ഇനി കെട്ടഴിക്കണോ കെട്ടഴിക്കണ്ടയോ എത്ര ആളുകൾക്കറിയും? അതുകൊണ്ടാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായി പറഞ്ഞത്, ചോദിക്കാൻ മടിയാണെന്ന് വിചാരിച്ചിട്ട് ദീനിയായ മസലകള് ചോദിക്കാതിരിക്കൽ ഹയാ അല്ല, അത് ചോദിക്കലാണ് ഹൈറ്. അപ്പോഴേ നമുക്ക് ദീൻ പതിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കുലി നിർബന്ധമാകുന്നുണ്ടോ, നിർബന്ധമായ കുലി തന്നെ സഹീഹാകുന്നുണ്ടോ എന്നറിയുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സഹോദരിമാര് ചിലപ്പോൾ ആവശ്യമുള്ളവരായിരിക്കും. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഈ 5-മത്തെ കാര്യം ഒന്ന് ഗൗരവത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചോദിക്കാൻ മതി വിചാരിച്ച് ചോദിക്കാതിരുന്നാൽ അവന്റെ അമല് ബാത്തിലാവും. അതുപോലെ തന്നെ പഠിക്കേണ്ട വിഷയം സാധുവായ ഞാൻ പറയുമ്പോ അജ്ജേന്ന് പറഞ്ഞാണ്ട് വന്ന് പോയാണ്ടല്ലോ, അവനാന്റെ ആഹാരം അവനാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് പഠിക്കൽ നിർബന്ധമായ, പറയേണ്ട രൂപത്തിൽ അങ്ങോട്ട് വിളിച്ചു പറയുന്നല്ല. കാനന്മാരെ ചൊല്ലു ഒലക്ക മുണുങ്ങുമ്പോഴും വിരല് മറവാണെന്ന, അതിനൊക്കെ ഒരു മറ വെച്ച് നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഇന്നും കൂടി ഞാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമല് നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മുടെ ഇബാദത്ത് സഹീഹാകുകയും വേണം, മഖബൂലാകുകയും വേണം. അതുപോലെ തന്നെ സാധാരണക്കാർ തീരെ ശ്രദ്ധിക്കാതെ പോയാൽ നിസ്കാരത്തിന്റെ സമയാവും, തോന്നുമ്പോ നിസ്കരിക്കും. ഈ ഒരു കൽബിൽ കെരുത്തൊരൊറ്റ സാധാരണക്കാരില്ലോ. നിങ്ങൾ അഭിപ്രായത്തിലുണ്ട്? ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്? നിങ്ങളാ ക്ലാസ് കേട്ടില്ലല്ലേ? ആരെങ്കിലും പറഞ്ഞു ബാങ്കൊൽക്കും ഞങ്ങൾ കുറെ കഴിയുമ്പോ തോന്നുമ്പോ നിസ്കരിക്കും. ഞാനിങ്ങനെ നിസ്കാരം കളാവുന്നതിന് മുമ്പ് നിസ്കരിച്ചുവല്ല, ഇങ്ങനെ ആരും തീരുമാനിക്കുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മള് എപ്പോഴും ഓരോ സമയത്തും നമുക്ക് ആവശ്യമുള്ള കുറെ മസലകളായതുകൊണ്ടാണ് അത്തരം വിഷയത്തിലേക്ക് ഞാൻ കടന്നത്.
അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നുകൂടി എന്റെ സഹോദരിമാരോട് പറയാൻ, ഒരുപാട് പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മസലയാണ്. ആ ഒരൊറ്റ മസല പറഞ്ഞിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കും. ഇപ്പൊ നമ്മൾ നിർബന്ധമായ കുലി അല്ലെ, നിസ്കാരം. ആ നിസ്കാരത്തിന് 2 കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക. അടുത്ത ക്ലാസ്സിലെ വിഷയം അതായി എങ്ങനെയാണ് ഒരു നജസിൽ നിന്ന് വൃത്തിയാവും. അത് ശ്രദ്ധിക്ക് പഠിക്കേണ്ടതാണ് സഹോദരിമാർ, നജസിന്റെ മസാല. അതുപോലെ തന്നെ നമ്മൾ ഒലുണ്ടാക്കുന്ന വെള്ളം തൊഹൂറായിരിക്കാം. അതായത് തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളത്. അപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾക്കുള്ള ഇഷ്കാരം എന്താ, ഒലുണ്ടാക്കുന്ന വെള്ളത്തിൽ കജ്ജിടാൻ പറ്റൂല, കുളിക്കുന്ന വെള്ളത്തിൽ കജ്ജിടാൻ പറ്റൂല, എപ്പതിയും കജ്ജില്ല. പൂസിന്റെ ക്ലോസറ്റിൽ മാത്രമേ കജ്ജിടാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചില പെണ്ണുങ്ങൾക്ക് ഈ വസുവാസി എന്നൊരു രോഗം, അത് നിങ്ങൾ വളരെ പഠിക്കണം. ഈ കൈയിടാൻ പറ്റിയ ചില പെണ്ണുങ്ങൾക്ക് സുബ്ഹാനല്ലാ ഇന്നൊരു ഞാൻ സന്തോഷം രേഖപ്പെടുത്താട്ടോ. ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും മറ്റുസ്ഥാനെ ഇപ്പൊ കുളിക്കുമ്പോഴൊക്കെ ഒരു റാഹത്തുണ്ട്. മറ്റൊരു കുളിക്കാൻ നിൽക്കുമ്പോൾ അതൊരു ബക്കറ്റായിരിക്കും, ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടാവും. കയ്യിന്റെ വേലിങ്ങനെ തട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു നിന്നിട്ടൊക്കെ വെള്ളം വെക്കുക. കയ്യിന്റെ വേലായി തട്ടുക, എന്താ പോയി തട്ടിച്ചിട്ട് ഒറ്റടിക്ക് തട്ടാൻ പറ്റുന്നല്ലാണ്. ഞങ്ങൾക്ക് അതിന്റെ ഒരു വിഷയം പറയും. ഇപ്പൊ നമ്മള് നിർബന്ധമായ ബക്കറ്റും വെള്ളക്കും വെക്കാന്ന് വിചാരിച്ചു. ഒറ്റ മിനിറ്റില്ല. ഓരോ പെണ്ണുങ്ങൾക്ക് പറയും ഓരോ 9 കുഴപ്പമില്ല എന്നുള്ളത് കെട്ടിക്കുന്നു പോലും, എന്നാലും നിങ്ങളെ കുട്ടികളെ പറ്റാൻ. ഇപ്പൊ നമ്മളിത് ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിക്കുക, അല്ല ശ്രദ്ധിക്കുക. ഒറ്റ മൊത്തങ്ങൾക്ക് അടുത്ത ക്ലാസ്സിന് ഒരു ആവേശം വരാൻ ഇത് നമ്മൾ കുളിക്കാൻ വേണ്ടി കല്ലും അങ്ങനെ ബക്കറ്റിൽ വെള്ളം വെച്ചിക്കുക. ഇത് കോപ്പയെന്ന് കൂട്ടിക്കോളി. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് എന്താ, ഷവറ് വൈക്ക് തുറന്ന് കുളിക്കുമ്പോ അവർ അത്ര ശ്രദ്ധിക്കാല്ല. ഈ ബക്കറ്റിലെ അവസ്ഥല നമ്മൾ നെയ്യത്തൊന്നും വെച്ചിട്ടില്ല. എനിക്ക് കുലി നിർബന്ധമായിക്കണം. അപ്പൊ ഇതറിയാത്തോ നിങ്ങൾ നാട്ടേക്ക് മുൻപ് ആ മൊയിലൊരു കുലി നിർബന്ധമായിട്ടേ വന്നേന്ന് പറയരുത്. അതൊക്കെ മസ്തല ചെയ്യാൻ വേണ്ടി നിക്കിപ്പോ കുലി നിർബന്ധമായ മനുഷ്യർ, നിങ്ങൾക്ക് മസ്തല എങ്ങനെ തന്നെ അത് പഠിക്കണം. വസുവാസങ്ങത് തീരണം. എനിക്കൊരു താല്പര്യം കൂടി എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ഉണ്ട്. ഇങ്ങനൊരു മസ്തല പഠിച്ചാല് നിങ്ങളെ മൂത്തച്ചിക്കത് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോഴാണ് പഠിപ്പ്. അല്ലാതെ നിങ്ങളത് കേട്ടിങ്ങനെ പോകല്ല. മൂത്തച്ചിക്ക് ആ വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഇത്താത്ത അതിന്റെ മസ്തല എങ്ങനെയെന്ന് ഈ ക്ലാസ് കേട്ട മുഴുവൻ പെണ്ണുങ്ങൾക്കും പറഞ്ഞു വെക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ കുലി നിർബന്ധമായ ആളാണ്, ഞാൻ നെയ്യത്തൊന്നും വെച്ചിട്ടില്ല. ഇത് കൊലിക്കാല ബക്കറ്റിലെ വള്ളാണ്. ഞാൻ അതിലിങ്ങനെ കജ്ജത്തിന് ഒരു കുഴപ്പമില്ല, ആ വള്ളത്തിന് ഒരു കുഴപ്പമില്ല. ഇഷ്കാലുകളെ ഞാൻ കുലി നിർബന്ധമായ വ്യക്തിയാണ്, ഞാൻ നെയ്യത്തൊന്നും വെച്ചിട്ടില്ല. ഞാനിങ്ങനെ എന്താക്കി കുലിക്കാനുള്ള ഒരു ബക്കറ്റ് വെള്ളം ഞാൻ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ നെയ്യത്തൊക്കെയും വെക്കുന്നതിന്റെ മുമ്പ് ഞാൻ ഇതിൽ കൊണ്ട് ഈ കുലി നിർബന്ധമായ ഞാൻ ഇതിൽ കൊണ്ടുപോയി കയ്യത്തൂന്ന് വെക്കുക. ഈ വെള്ളത്തിനൊരു കുഴപ്പമില്ല. ഇനി ഞാൻ നെയ്യത്ത് വെച്ച് 2ാമത് കുലിക്കാൻ ഈ വെള്ളം ഉപയോഗിക്കാം, ഒന്നുണ്ടാക്കാൻ വെള്ളം ഉപയോഗിക്കാം. കുലി നിർബന്ധമായ കയ്യത്തെ വെള്ളല്ലേ, ഞാൻ വെള്ളം കൊണ്ട് ഒന്നുണ്ടാക്കാൻ പറ്റുമോ കുലിക്കാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. ഇനി മസാല കേട്ടോ നിങ്ങൾ പകുതി കേട്ട് പോയാൽ സ്വിപ്പാവുകയെ. ഞാൻ എന്താക്കി നെയ്യ ഒരു കോപ്പല്ല, ഞാനൊരു കോപ്പ വെള്ളം ഈ ബക്കറ്റിൽ നിന്ന് മുക്കി. നല്ല ശ്രദ്ധിച്ചോളി, നല്ല ശ്രദ്ധിക്കുക. വലിയ അശുദ്ധിയെ ഉയർത്തലിനെ ഞാൻ കെരുതീനും പറഞ്ഞ് തലേക്ക് വെള്ളം ഒഴിച്ചു. ബാക്കിലേക്ക് ആയിക്കോട്ടെ, നീരാക്കാൻ കുടിക്കാൻ തലേക്ക് നെയ്യത്ത്. ഞാൻ തലയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോ കൽബിൽ നെയ്യത്ത് വേണം. അവരെ ഞാൻ സഹോദരിമാരോട് പറയാം, ചില പെണ്ണുങ്ങൾ നെയ്യത്തൊക്കെ എങ്ങനെയാണ് ആദ്യം ചെയ്യും. വലിയ അശുദ്ധിയെ ഉയർത്തലിനെ ഞാൻ കെരുതീന് നെയ്യത്തൊക്കെ വെച്ചിട്ട് കോപ്പയിൽ വെള്ളം മുക്കി തലയൊക്കെ ഒഴിച്ചു. നെയ്യത്ത് വെച്ചത് വേറൊരു സമയം, വള്ളം തലയിലേക്ക് ശരീരത്തിലേക്ക് വീണത് വേറൊരു സമയം. അപ്പൊ യഥാർത്ഥത്തിൽ എന്ത് വേണം? ഇതാ ഞാനൊരു കോപ്പ വെള്ളം, ഈ ഫസ്റ്റിലെ കോപ്പ വെള്ളം മുക്കുമ്പോ ഈ കയ്യിന്റെ വേലിതിൽ തട്ടിച്ചിട്ട് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ നെയ്യത്ത് വെച്ചിട്ടില്ല, നെയ്യത്ത് വെക്കാൻ ഞാൻ പോകുന്നുള്ളൂ. തലയിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഞാനൊരു കോപ്പ വെള്ളം ഈ ബക്കറ്റിൽ നിന്ന് മുക്കിയെടുക്കുക. അപ്പൊ എന്റെ കയ്യിന്റെ വിരലിതിൽ തട്ടി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാനൊരു കോപ്പ വെള്ളം മുക്കിയെടുത്തു, നെയ്യത്ത് വെച്ചു. വലിയ അശുദ്ധിയെ ഉയർത്തല്ലേ ഞാൻ കെരുതീന് നെയ്യത്ത് വെച്ച് തലയിലേക്ക് വെള്ളം ഒഴിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു, ഇനി നമ്മളെ കയ്യിന്റെ വിരല് 2ാമത് മുക്കുമ്പോ ഈ ബക്കറ്റിൽ തട്ടാൻ പാടില്ല. പക്ഷെ എപ്പോ
നമ്മളെ കയ്യിന്റെ നമ്മൾ രണ്ടാമത് വെള്ളം കോരിയെടുക്കുമ്പോ ഈ കയ്യിന്റെ വിരല് ബക്കറ്റിലെ വെള്ളത്തിൽ തട്ടിച്ചിട്ട് കുഴപ്പമില്ലേ? അപ്പോ ഞാൻ കോരിയെടുക്കലിനെ കരുതിയാൽ മതി. അല്ല, ഒന്നും കൂടി ശ്രദ്ധിക്കാം. സമയം വല്ലാതെ വൈകുമ്പോ മസാലകളെ കൽബിൽ കയറാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഒറ്റ മിനിറ്റുകൾ ശ്രദ്ധിക്കാം. നമ്മൾ നെയ്യത്ത് വെക്കുന്നതിന്റെ മുമ്പേ, നിർബന്ധമായ കുലിക്ക് നെയ്യത്ത് വെക്കുന്നതിന്റെ മുമ്പേ, അതല്ലെങ്കിൽ ഒളോയില് മുഖം കഴുകുന്നതിന്റെ മുമ്പേ നമ്മുടെ കയ്യ് അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗം ഈ വെള്ളത്തിൽ തട്ടിയത് കൊണ്ടൊരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ മുഖം കഴുകി ഇനി നമ്മൾ കയ്യ് കഴുകാൻ വേണ്ടി വെള്ളം ആ ബക്കറ്റിൽ നിന്ന് കോരിയെടുക്കാം, കയ്യെ തന്നെ കോരിയെടുക്കാം. പക്ഷെ എന്ത് കരുതിയാൽ മതി? കൽബില് വെള്ളം കോരിയെടുക്കുന്നു കൽബിൽ കരുതിയാൽ മുഖം കഴുകിയതിന്റെ ശേഷം ഈ ബക്കറ്റിൽ നിന്ന് കയ്യ് കൊണ്ട് വെള്ളം കോരിയെടുത്ത് കഴുകുക. അങ്ങനെ തന്നെ മസല. ചിലപ്പോ ഇത് അറിയാത്ത ചില പെണ്ണുങ്ങൾ പറയാ, മൊയിലര് ഏത് കിതാബേ ഓടിയാനാവും. നിങ്ങൾ മസല അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നേരെ മറിച്ച് നമ്മൾ മുഖം കഴുകി അല്ലെങ്കിൽ നെയ്യത്ത് വെച്ച് തലയിലേക്ക് വെള്ളം ഒഴിച്ചു കോരിയെടുക്കുന്നു എന്ന നെയ്യത്തില്ലാതെ കയ്യ് ഈ ബക്കറ്റിൽ തട്ടി, ബക്കറ്റുമ്പോ തട്ടിയല്ല, ബക്കറ്റിലെ വെള്ളത്തിൽ തട്ടി. അപ്പൊ ആ വെള്ളം മുസ്തഅമലാണ്. ആ വെള്ളം ഇപ്പോൾ ഫറലിൽ ഉപയോഗിക്കപ്പെട്ടതായി. അപ്പൊ ഞാൻ വെള്ളം കൊണ്ട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കഴുകാൻ പറ്റില്ല. സമയം ഞാൻ നിർത്താൻ തീരുമാനിച്ചത് കൊണ്ടും നിങ്ങൾ പോകാൻ തീരുമാനിച്ചത് കൊണ്ടും ഞാൻ പറയുമ്പോൾ നിങ്ങളെ കൽബിൽ കയറാൻ പ്രയാസമുണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ ഇന്നും പ്രധാനപ്പെട്ട ദൈനംദിനം ജീവിതത്തിലേക്ക് വുളൂഇന്റെ നിസ്കാരത്തിന്റെ മസ്അലയിലേക്കല്ല ഞാൻ കടന്നത്. എല്ലാ സമയത്തും ഒരു മുസൽമാന്റെ കൽബിൽ എപ്പോഴും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഫർള് ഐനായ നിസ്കാരം, ഈ നിസ്കാരം സഹീഹാവാനുള്ള മസ്അലകൾ അത് പഠിക്കാതിരിക്കൽ വൻകുറ്റമാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട 2 ഷർത്താണല്ലോ. ഒന്ന്, ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക, നജസിനെ തൊട്ട് ശുദ്ധിയാവുക. ഇൻഷാ അല്ലാഹ് ഒരു 2 ക്ലാസ് അല്ലെങ്കിൽ ഒരു 3 ക്ലാസ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ഒന്നുണ്ടാക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ അശുദ്ധി നിർബന്ധമായ കുലിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന്റെ വെള്ളം. ഇനി ഒന്നും കൂടി സ്ത്രീകളോട് പറഞ്ഞു, ഒക്കെ പഠിക്കേണ്ടത്. അപ്പൊ സാധാരണ നമ്മൾ ബക്കറ്റിൽ നിന്ന് വെള്ളം തലേക്ക് ഒഴിക്കുമ്പോ ഈ സ്ത്രീകളുടെ തലയിൽ നിന്നാണ് അത് വരിക. ഒരു ബക്കറ്റേറ്റ് ഇങ്ങനെ കോപ്പുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളമാവാൻ വേണ്ടിയിട്ട് ഈ കയ്യേറ്റ് ഇങ്ങനെ കൊതയും. അപ്പൊ ചിലപ്പം ശരീരത്തിൽ നിന്ന് 1-2 തുള്ളി വെള്ളം ഈ ബക്കറ്റിലേക്ക് തെറിക്കും. അപ്പൊ പിന്നെ പെണ്ണുങ്ങൾ ആ വെള്ളം തൂത്തുകളി. എന്താ, അത് കുളിച്ചുമ്പോ എനിക്ക് വെള്ളം തെറിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടൊന്നും തൂത്തുകളയണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ നിർബന്ധമായ ഇത്തരം മസാലകൾ പഠിക്കാനുള്ളൊരു അവസരമാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ വന്ന മുഴുവൻ സഹോദരിമാരും ഈ ക്ലാസിന്റെ ഒരു പ്രചാരകരായി നിങ്ങൾ മാറുക. നിങ്ങൾക്ക് ബന്ധപ്പെട്ട എല്ലാ സഹോദരിമാരും അറിയിച്ചു, എല്ലാവരും അടുത്ത ആഴ്ച ക്ലാസ്സിന് വരും. നല്ല നമ്മള് ശരീരത്തിൽ നിന്ന് ബക്കറ്റിലേക്ക് വെള്ളം തെറിച്ചാല്, കോപ്പ കൊണ്ട് ബക്കറ്റിൽ നിന്ന് വെള്ളം മുക്കിയെടുക്കുമ്പോ വിരല് തട്ടിയാല് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ? അതൊക്കെ ഒരുപാട് സഹോദരിമാർക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ കുളിച്ചതിനു ശേഷം ഭർത്താവിന്റെ മനിയ് ഒരു സ്ത്രീയിൽ നിന്ന് വന്നാൽ രണ്ടാമതാ പെണ്ണ് കുളിക്കണോ, ഈ സുബഹി ഇനി കളാ വീട്ടണോ, വീട്ടന്റെ അത്യാദി മസാലകളൊക്കെ നമുക്ക് പറയാനും കേൾക്കാനും അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് 16-ാം തീയതി, അടുത്ത ശനിയാഴ്ചയുടെ പിറ്റത്തെ ശനിയാഴ്ച അന്ന് നമുക്ക് സലാത്ത് ചൊല്ലി ദുആയിക്കാം. എല്ലാവരും 1,00,000 സലാത്തെങ്കിലും 1,00,000 സലാത്തെങ്കിലും ഈ ഒരു ക്ലാസിന്റെ ഒരു ഉപഹാരമായി ഹബീബിന്റെ തിരുമദീനയിലേക്ക് നമ്മൾ എത്തിക്കണം. 20,000 സലാത്ത് ചൊല്ലിയ വിവരം കിട്ടിയിട്ടുണ്ട്. അല്ലാഹു തആല സഹോദരിമാർ ചൊല്ലിയത് സ്വീകരിക്കുമാറാവട്ടെ. ബാക്കി എല്ലാവരും അത് ഏറ്റെടുത്ത് അടുത്ത 16-ാം തീയതി ശനിയാഴ്ച ക്ലാസ്സിന് വരുമ്പോ 1,00,000-ത്തിലധികം ഉണ്ടായാൽ 7,000 ഇൻഷാ അല്ലാഹ് അതൊരു വലിയ ഒരു തുടക്കമാണ്. വരും മാസം ദിവസം കൊല്ലങ്ങളില് കോടിക്കണക്കിന് സലാത്ത് ചൊല്ലി നമുക്ക് തിരു ഹബീബിന്റെ മദീനയിലേക്ക് കൊടുത്തയക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ പറയുന്നത്